കല്ലുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങൾക്ക് മൂകസാക്ഷികളായി നിലകൊണ്ട ആ കല്ലുകൾക്ക് അവയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ചൈനയിലെ വൻമതിലിലെ ഓരോ കരിങ്കല്ലിനും ഓരോ ചുടുകട്ടയ്ക്കും പറയാനുണ്ടാകുമായിരുന്നു ഒരു സഹസ്രാബ്ദത്തിന്റെ കഥ. യുദ്ധങ്ങളുടെ ഇടിമുഴക്കങ്ങളുടെയും വിജയഭേരികളുടെയും കഥ. വാളുകൾ കൂട്ടിയിടിക്കുന്നതിന്റെ കിണിനാദവും അമ്പുകൾ പാഞ്ഞു പോകുന്നതിന്റെ ചൂളം വിളിയും അവയുടെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ടാവാം. ലക്ഷക്കണക്കിനു മനുഷ്യരുടെ വിയർപ്പിന്റെ ഉപ്പുരസവും കണ്ണീരിന്റെ നനവും അവസാന നിശ്വാസങ്ങളുടെ നേർത്ത ചൂടും ആ കല്ലുകൾ ഇന്നും പേറുന്നുണ്ടാവാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ ഈ ഓരോ വീഡിയോകൾക്ക് പിന്നിലും നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരമാകുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എങ്കിലും ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. പക്ഷെ ഒന്നോർത്തോണം, ഈ കഥ കേൾക്കാനായി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീനിലെ ചിത്രങ്ങൾ തമ്മിൽ പൊരുത്തക്കുറവുണ്ടാവാം. ഇതൊരു മതിലിന്റെ കഥയല്ല. മലനിരകളുടെ നട്ടെല്ലിലൂടെ ഒരു ഭീമാകാരനായ കൽസർപ്പം ഇഴഞ്ഞു പോകുന്നതിന്റെ കാഴ്ചയുമല്ല. ഇത് മനുഷ്യന്റെ സ്വപ്നങ്ങളുടെയും ഭയങ്ങളുടെയും കഥയാണ്. ഒരു ജനതയെ പുറം ലോകത്ത് നിന്ന് അടച്ചിടാനും അതേസമയം ആ ജനതയുടെ സംസ്കാരത്തെയും അസ്തിത്വത്തെയും നിർവചിക്കാനും ഒരുപോലെ ശ്രമിച്ച ഒരു മഹാപ്രയത്നത്തിന്റെ കഥ. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ ഒരേയൊരു മനുഷ്യനിർമ്മിതി എന്നൊരു കാലത്ത് നാം റൊമാൻറ്റിക്കായി വിശ്വസിച്ചിരുന്ന, അതൊരു തെറ്റിദ്ധാരണയാണെങ്കിലും, ഈ മഹാത്ഭുതം എങ്ങനെയുണ്ടായി? എന്തിനു വേണ്ടി ഇത് നിർമ്മിക്കപ്പെട്ടു? ഇതിന്റെ അടിത്തറയിൽ ഉറങ്ങുന്നത് കല്ലുകൾ മാത്രമാണോ? അതോ എണ്ണമറ്റ മനുഷ്യരുടെ അസ്ഥിക്കൂടങ്ങൾ കൂടിയാണോ? വരൂ, നമുക്ക് സമയത്തിന്റെ രഥത്തിലേറി പിന്നോട്ട് സഞ്ചരിക്കാം. നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക്, ചൈനീസ് സാമ്രാജ്യങ്ങളുടെ പ്രതാപകാലങ്ങളിലേക്ക്, യുദ്ധങ്ങളുടെ ചോരപ്പുഴകളിലേക്ക്. ആ കൽഭിത്തിയുടെ ഓരോ കല്ലും മടുക്കിവെച്ച കൈകളുടെ കഥ കേൾക്കാൻ, ആത്മാക്കളുടെ നിലവിളികൾക്ക് കാതോർക്കാൻ. വൻമതിലിന്റെ കഥ തുടങ്ങുന്നത് ഒറ്റ മതിലിൽ നിന്നല്ല. അതിന്റെ തുടക്കം ഒരു കൊടുങ്കാറ്റിനു മുൻപുള്ള ഒറ്റപ്പെട്ട മഴത്തുള്ളികൾ പോലെയായിരുന്നു. ക്രിസ്തുവിനു മുൻപ് 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ആ കാലഘട്ടം ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ ഏടുകളിൽ ഒന്നാണ്. കേന്ദ്രീകൃതമായ ഒരു ഭരണമില്ലാതെ ചൈന അന്ന് നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. അധികാരം, ഭൂമി, സമ്പത്ത് എന്നിവയ്ക്കു വേണ്ടി അവർ പരസ്പരം പോരടിച്ചു. ചരിത്രകാരന്മാർ ഈ കാലത്തെ വസന്തത്തിന്റെയും ശരത്കാലത്തിന്റെയും കാലഘട്ടം അഥവാ സ്പ്രിംഗ് ആൻഡ് ഓട്ടം പീരിയഡ് എന്നും, പിന്നീട് കൂടുതൽ ഭീകരമായ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ കാലഘട്ടം അഥവാ വാറിംഗ് സ്റ്റേറ്റ്സ് പീരിയഡ് എന്നും വിളിച്ചു. പേരുകൾ കാവ്യാത്മകമായിരുന്നെങ്കിലും ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമായിരുന്നു. ഇന്ന് മിത്രമായവൻ നാളെ ശത്രുവാണ്. സമാധാനത്തിന്റെ ഓരോ പ്രഭാതവും ഒരു പുതിയ യുദ്ധത്തിന്റെ മുന്നോടിയായിരുന്നു. ഈ അനിശ്ചിതത്വത്തിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കാൻ ഓരോ രാജാവും നിർബന്ധിതനായി. അതിന്റെ ഫലമായിരുന്നു ആദ്യത്തെ പ്രതിരോധ മതിലുകൾ. അന്ന് ചൈനയുടെ ഹൃദയഭൂമിയിൽ 7 പ്രധാന ശക്തികൾ ഉദയം ചെയ്തിരുന്നു. പടിഞ്ഞാറ് ചിൻ, തെക്ക് ചു, വടക്കുകിഴക്ക് യാൻ, മധ്യഭാഗത്തായി ഹാൻ, ഷാവോ, വെയ്, കിഴക്ക് കി എന്നിവയും. ഇവർക്കിടയിൽ നിരന്തരമായ അതിർത്തി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഒരു രാജ്യം ശക്തി പ്രാപിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭീഷണിയാടും. അവർ സംഘടിച്ച് അതിനെ ആക്രമിക്കും. ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഓരോ രാജ്യവും തങ്ങളുടെ അതിർത്തികളിൽ മൺഭിത്തികൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി. അന്നത്തെ നിർമ്മാണം ഇന്നത്തെ പോലെയായിരുന്നില്ല. ഭീമാകാരമായ കല്ലുകളോ ചുടുകട്ടകളോ ആയിരുന്നില്ല പ്രധാന നിർമ്മാണ വസ്തു. മണ്ണായിരുന്നു എല്ലാം. ഹാങ് തു എന്നറിയപ്പെടുന്ന ഒരു പുരാതന നിർമ്മാണ രീതിയായിരുന്നു അവർ ഉപയോഗിച്ചത്. 2 തടിപ്പലകകൾക്കിടയിൽ മണ്ണിട്ട് ഭാരമുള്ള തടിക്കഷ്ണങ്ങൾ കൊണ്ട് അതിനെ ഇടിച്ചുറപ്പിക്കും. ഓരോ പാളിയും ഉറച്ചു കഴിയുമ്പോൾ അടുത്ത പാളി മണ്ണിടും, വീണ്ടും ഇടിച്ചുറപ്പിക്കും. അങ്ങനെ പതിയെ പതിയെ കല്ലുപോലെ ഉറപ്പുള്ള മൺഭിത്തികൾ ഉയർന്നുവരും. കർഷകരും സൈനികരും ഒരുപോലെ ഈ ജോലിയിൽ ഏർപ്പെട്ടു. യുദ്ധമില്ലാത്ത സമയങ്ങളിൽ അവരുടെ വാളുകൾക്ക് വിശ്രമം നൽകി കൈക്കോട്ടുമായി അവർ അതിർത്തിയിലേക്ക് നീങ്ങി.
ചു രാജ്യം തങ്ങളുടെ വടക്കൻ അതിർത്തിയിൽ ഒരു മതിൽ പണിതു. കി രാജ്യം തങ്ങളുടെ സാമ്രാജ്യത്തിനു ചുറ്റും ഒരു സംരക്ഷണ കവചം തീർത്തു. വെയ്, ഷാവോ, യാൻ രാജ്യങ്ങളും അവരവരുടെ പ്രതിരോധ മതിലുകൾ നിർമ്മിച്ചു. ഇവയൊന്നും പരസ്പരം ബന്ധമില്ലാത്ത അവിടെയായി ചിതറിക്കിടക്കുന്ന പ്രതിരോധത്തിന്റെ തുരുത്തുകളായിരുന്നു. ഒരു മഹാസർപ്പത്തിന്റെ പല കഷ്ണങ്ങൾ പോലെ പല കാലങ്ങളിലായി പല രാജാക്കന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ടവ. ഇവയുടെ പ്രധാന ലക്ഷ്യം അയൽരാജ്യങ്ങളുടെ സൈനിക മുന്നേറ്റത്തെ തടയുക എന്നതായിരുന്നു. എന്നാൽ ഈ ആഭ്യന്തര ശത്രുക്കൾക്കപ്പുറം ഈ എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായ കൂടുതൽ ഭയാനകനായ ഒരു ശത്രു പുറത്തുണ്ടായിരുന്നു. ചൈനീസ് സംസ്കാരത്തിന്റെ അതിരുകൾക്ക് പുറത്ത് വടക്കൻ പുൽമേടുകളിൽ ജീവിച്ചിരുന്ന നാടോടി ഗോത്രങ്ങൾ. ചൈനീസ് കർഷകർ നിലമുഴുത് കൃഷി ചെയ്ത് ഗ്രാമങ്ങളിൽ സ്ഥിരതാമസമാക്കിയിരുന്നപ്പോൾ വടക്ക് ഇന്നത്തെ മംഗോളിയയിലെയും സൈബീരിയയിലെയും പുലിമേടുകളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന ഗോത്രങ്ങൾക്ക് കൃഷിയിടങ്ങളോ സ്ഥിരമായ വാസസ്ഥലങ്ങളോ ഉണ്ടായിരുന്നില്ല. ആടും മാടും കുതിരകളുമായി അവർ കാലിമേച്ച് ഋതുക്കൾക്കനുസരിച്ച് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ വീട് കുതിരയുടെ പുറത്തായിരുന്നു. ജീവിതം നിരന്തരമായ ഒരു യാത്രയായിരുന്നു. സ്യോങ് ന്യൂ എന്നായിരുന്നു ഈ ഗോത്രങ്ങളിൽ ഏറ്റവും പ്രബലരായവർ അറിയപ്പെട്ടിരുന്നത്. അവർ പ്രകൃതിയുടെ കാഠിന്യങ്ങളുമായി മല്ലിട്ട് ജീവിച്ചവരായിരുന്നു. കൊടും തണുപ്പും വരൾച്ചയും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതവരെ കഠിനഹൃദയരും കരുത്തരായ യോദ്ധാക്കളുമാക്കി. കുതിരപ്പുറത്ത് ജനിച്ചു വീഴുന്നു എന്ന് ചൈനക്കാർ അവരെക്കുറിച്ച് ഭയത്തോടെ പറഞ്ഞിരുന്നു. അത്രയ്ക്ക് അസാമാന്യമായിരുന്നു കുതിരപ്പുറത്തുള്ള അവരുടെ പാടവം. മിന്നൽ വേഗത്തിൽ പാഞ്ഞു വരുന്ന കുതിരപ്പുറത്തിരുന്ന് 2 ദിശയിലേക്കും അനായാസം അമ്പെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ചൈനയിലെ സമ്പന്നമായ കൃഷിയിടങ്ങളും ധാന്യപ്പുരകളും പട്ടണങ്ങളും അവർക്കെപ്പോഴും പ്രലോഭനമായിരുന്നു. പുൽമേടുകളിൽ കാലാവസ്ഥ മോശമാകുമ്പോഴോ കന്നുകാലികൾക്ക് മേയാൻ പുല്ലില്ലാതെ വരുമ്പോഴോ അതിശൈത്യത്തിൽ അതിജീവനം കഠിനമാകുമ്പോഴോ ആയിരക്കണക്കിന് വരുന്ന സ്യോങ് ന്യൂ യോദ്ധാക്കൾ കുതിരപ്പുറത്ത് ഒരു ശീതക്കാറ്റുപോലെ തെക്കോട്ട് ചൈനീസ് രാജ്യങ്ങളിലേക്ക് ഇരച്ചുകയറും. അവരുടെ ആക്രമണ രീതി വ്യത്യസ്തമായിരുന്നു. ഒരു വലിയ സൈന്യവുമായി മുഖാമുഖം നിന്ന് പോരാടുന്നതിന് പകരം അവർ മിന്നലാക്രമണങ്ങളാണ് നടത്തിയിരുന്നത്. മുന്നറിയിപ്പില്ലാതെ ഗ്രാമങ്ങളിൽ പ്രത്യക്ഷപ്പെടും, കൊള്ളയടിക്കും, വീടുകൾക്ക് തീയിടും, സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് വന്നതിനേക്കാൾ വേഗത്തിൽ പുൽമേടുകളിലെ അനന്തതയിലേക്ക് അപ്രത്യക്ഷരാകും. ചൈനീസ് സൈന്യം സംഘടിച്ചെത്തുമ്പോഴേക്കും അവർ കാഴ്ചയിൽ നിന്ന് പോലും മാഞ്ഞുപോയിരിക്കും. ഈ ആക്രമണങ്ങൾ വടക്കൻ അതിർത്തിയിലെ രാജ്യങ്ങളായ യാൻ, ഷാവോ, ചിൻ എന്നിവയ്ക്ക് ഒരു പേടി സ്വപ്നമായി മാറി. അവരുടെ കർഷകർക്ക് സമാധാനമായി കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു കൊടുങ്കാറ്റുപോലെ സിയോങ്നുക്കൾ വരാം. ഈ നാടോടി യോദ്ധാക്കളെ തടഞ്ഞു നിർത്താൻ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആഭ്യന്തര ശത്രുക്കളെ തടയാൻ നിർമ്മിച്ച മതിലുകൾക്ക് ഒരു പുതിയ, കൂടുതൽ വലിയ ഉദ്ദേശം കൈവന്നു. വടക്ക് നിന്നുള്ള ഈ അപരിഷ്കൃതരെ തടയുക. യാൻ, ഷാവോ, ചിൻ രാജ്യങ്ങൾ തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ മതിലുകൾ കൂടുതൽ ബലപ്പെടുത്താനും കൂടുതൽ ദൂരത്തേക്ക് വ്യാപിപ്പിക്കാനും തുടങ്ങി. മലനിരകളുടെ മുകളിലൂടെയും താഴ്വരകൾ മുറിച്ചുകടന്നും അവർ മൺഭിത്തികൾ പണിതു, കാവൽ മാടങ്ങൾ സ്ഥാപിച്ചു. ശത്രുക്കൾ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ തിരിച്ചറിയാൻ നിരീക്ഷണ ഗോപുരങ്ങൾ ഉണ്ടാക്കി. എന്നിരുന്നാലും ഇവയെല്ലാം ചിതറിയ പ്രതിരോധങ്ങൾ മാത്രമായിരുന്നു. ഒരു മതിലിൽ വിള്ളലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ചുരം കാവലില്ലാതെ കിടന്നാൽ സിയോങ്നുക്കൾ അതുവഴി ഒരു പുഴ പോലെ അകത്തേക്കൊഴുകിയെത്തും. ഈ ചിതറിയ കഷ്ണങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് കിഴക്ക് മഞ്ഞക്കടലിന്റെ തീരത്ത് നിന്ന് തുടങ്ങി പടിഞ്ഞാറ് ഗോബി മരുഭൂമിയുടെ വക്കോളം നീളുന്ന ഒരു മഹാസർപ്പത്തെ പോലെ ചൈനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരൊറ്റ മതിൽ എന്ന ആശയം അപ്പോഴും ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ചിതറിക്കിടന്ന ചൈനയെ ഒരൊറ്റ ഉരുക്കുമുഷ്ടിയിൽ ഒതുക്കാൻ കഴിവുള്ള ചരിത്രത്തിലെ ഏറ്റവും ശക്തനും അതേസമയം ഏറ്റവും ക്രൂരനുമായ ഒരു ചക്രവർത്തിയുടെ വരവിനായി കാലം കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് യിങ് ഷെങ് എന്നായിരുന്നു. ലോകം പിന്നീട് അദ്ദേഹത്തെ വിളിച്ചത് ചിൻ ഷി ഹുവാങ് എന്നായിരുന്നു. ആ പേര് ചൈനയുടെ ചരിത്രത്തിൽ ആഴത്തിൽ ചോര കൊണ്ട് കൊത്തിവെക്കപ്പെടാൻ പോകുകയായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 221 നൂറ്റാണ്ടുകളായി ചൈനയെ കീറിമുറിച്ചുകൊണ്ടിരുന്ന യുദ്ധങ്ങളുടെ കാലത്തിന് ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ അന്ത്യം കുറിക്കപ്പെട്ടു. പടിഞ്ഞാറൻ അതിർത്തിയിലെ ചിൻ രാജ്യം ഒരു ദശാബ്ദത്തിനുള്ളിൽ തങ്ങളുടെ അയൽക്കാരായ 6 രാജ്യങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി കീഴടക്കി. ഹാൻ, ഷാവു, വെയ്, ചിയു, യാൻ, ക്വി,
ഓരോ രാജ്യവും ചിൻ സൈന്യത്തിന്റെ അശ്വമേധത്തിനു മുന്നിൽ മുട്ടുമടക്കി. ചരിത്രത്തിൽ ആദ്യമായി ചിതറിക്കിടന്ന ചൈന ഒരൊറ്റ പതാകയുടെ കീഴിൽ ഒരൊറ്റ ഭരണാധികാരിയുടെ കാൽക്കീഴിലാക്കി. ആ ഭരണാധികാരിയുടെ പേര് യിങ് ഷെങ് എന്നായിരുന്നു. എന്നാൽ ആ പേര് അദ്ദേഹത്തിന് മതിയായിരുന്നില്ല. മുൻപുള്ള രാജാക്കന്മാരെ പോലെ വാങ് അഥവാ രാജാവ് എന്ന പദവിയിൽ ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. താൻ അവരെയെല്ലാം ചോയാതീതനാണെന്ന്, ദൈവതുല്യനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹം തനിക്കായി ഒരു പുതിയ പദവി സൃഷ്ടിച്ചു: ചിൻ ഷി ഹുവാങ്, ചിൻ വംശത്തിലെ പ്രഥമ ചക്രവർത്തി. ചിൻ ഷി ഹുവാങ് ഒരു സാധാരണ ഭരണാധികാരിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുതിയ ചൈനയുടെ ചിത്രം വ്യക്തമായിരുന്നു: ഏകീകൃതമായ, ശക്തമായ, കേന്ദ്രീകൃതമായ ഒരു സാമ്രാജ്യം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചു. രാജ്യത്തുടനീളം അദ്ദേഹം നിയമങ്ങൾ ഏകീകരിച്ചു. ഓരോ പ്രവിശ്യയിലും വ്യത്യസ്തമായിരുന്ന അളവുതൂക്കങ്ങളും നാണയങ്ങളും ഒരുപോലെയാക്കി. എഴുത്തുരീതിക്ക് ഒരു മാനദണ്ഡ രൂപം നൽകി. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും തന്റെ ആജ്ഞകളെത്താനായി റോഡുകളുടെ ഒരു ശൃംഖല തന്നെ അദ്ദേഹം നിർമ്മിച്ചു. ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ ഈ നേട്ടങ്ങളുടെ നാണയത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. അത് ക്രൂരതയുടെയും അടിച്ചമർത്തലിന്റെയും മുഖമായിരുന്നു. ചിൻ ഷി ഹുവാങ് ഒരു ഏകാധിപതിയായിരുന്നു. എതിർശബ്ദങ്ങളെ അദ്ദേഹം ഭയന്നു. തന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്ത 400-ലധികം കൺഫ്യൂഷൻ പണ്ഡിതന്മാരെ അദ്ദേഹം ജീവനോടെ കുഴിച്ചുമൂടിയെന്ന് ചരിത്രം പറയുന്നു. തന്റെ ഭരണത്തിനു മുൻപുള്ള ചരിത്രം ജനങ്ങൾ അറിയുന്നത് അപകടമാണെന്ന് കരുതിയ അദ്ദേഹം കാർഷികവും വൈദ്യശാസ്ത്രപരവുമായ പുസ്തകങ്ങൾ ഒഴികെ രാജ്യത്തെ മിക്ക ചരിത്ര തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും തീയിട്ട് നശിപ്പിക്കാൻ കൽപ്പിച്ചു. ചരിത്രം തന്നിൽ നിന്ന് ആരംഭിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. ക്രിസ്തുവിനു മുൻപ് 221-ൽ നൂറ്റാണ്ടുകളായി ചൈനയെ കീറിമുറിച്ചുകൊണ്ടിരുന്ന യുദ്ധങ്ങളുടെ കാലത്തിന് ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ അന്ത്യം കുറിക്കപ്പെട്ടു. പടിഞ്ഞാറൻ അതിർത്തിയിലെ ചിൻ രാജ്യം ഒരു ദശാബ്ദത്തിനുള്ളിൽ തങ്ങളുടെ അയൽക്കാരായ 6 രാജ്യങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി കീഴടക്കി. ഹാൻ, ഷാവു, വെയ്, ചിയു, യാൻ, ക്വി ഓരോ രാജ്യവും ചിൻ സൈന്യത്തിന്റെ അശ്വമേധത്തിനു മുന്നിൽ മുട്ടുമടക്കി. ചരിത്രത്തിൽ ആദ്യമായി ചിതറിക്കിടന്ന ചൈന ഒരൊറ്റ പതാകയുടെ കീഴിൽ ഒരൊറ്റ ഭരണാധികാരിയുടെ കാൽക്കീഴിലാക്കി. ആ ഭരണാധികാരിയുടെ പേര് യിങ് ഷെങ് എന്നായിരുന്നു. എന്നാൽ ആ പേര് അദ്ദേഹത്തിന് മതിയായിരുന്നില്ല. മുൻപുള്ള രാജാക്കന്മാരെ പോലെ വാങ് അഥവാ രാജാവ് എന്ന പദവിയിൽ ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. താൻ അവരെയെല്ലാം ചോയാതീതനാണെന്ന്, ദൈവതുല്യനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹം തനിക്കായി ഒരു പുതിയ പദവി സൃഷ്ടിച്ചു: ചിൻ ഷി ഹുവാങ്, ചിൻ വംശത്തിലെ പ്രഥമ ചക്രവർത്തി. ചിൻ ഷി ഹുവാങ് ഒരു സാധാരണ ഭരണാധികാരിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുതിയ ചൈനയുടെ ചിത്രം വ്യക്തമായിരുന്നു: ഏകീകൃതമായ, ശക്തമായ, കേന്ദ്രീകൃതമായ ഒരു സാമ്രാജ്യം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചു. രാജ്യത്തുടനീളം അദ്ദേഹം നിയമങ്ങൾ ഏകീകരിച്ചു. ഓരോ പ്രവിശ്യയിലും വ്യത്യസ്തമായിരുന്ന അളവുതൂക്കങ്ങളും നാണയങ്ങളും ഒരുപോലെയാക്കി. എഴുത്തുരീതിക്ക് ഒരു മാനദണ്ഡ രൂപം നൽകി. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും തന്റെ ആജ്ഞകളെത്താനായി റോഡുകളുടെ ഒരു ശൃംഖല തന്നെ അദ്ദേഹം നിർമ്മിച്ചു. ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ ഈ നേട്ടങ്ങളുടെ നാണയത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. അത് ക്രൂരതയുടെയും അടിച്ചമർത്തലിന്റെയും മുഖമായിരുന്നു. ചിൻ ഷി ഹുവാങ് ഒരു ഏകാധിപതിയായിരുന്നു. എതിർശബ്ദങ്ങളെ അദ്ദേഹം ഭയന്നു. തന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്ത 400-ലധികം കൺഫ്യൂഷൻ പണ്ഡിതന്മാരെ അദ്ദേഹം ജീവനോടെ കുഴിച്ചുമൂടിയെന്ന് ചരിത്രം പറയുന്നു. തന്റെ ഭരണത്തിനു മുൻപുള്ള ചരിത്രം ജനങ്ങൾ അറിയുന്നത് അപകടമാണെന്ന് കരുതിയ അദ്ദേഹം കാർഷികവും വൈദ്യശാസ്ത്രപരവുമായ പുസ്തകങ്ങൾ ഒഴികെ രാജ്യത്തെ മിക്ക ചരിത്ര തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും തീയിട്ട് നശിപ്പിക്കാൻ കൽപ്പിച്ചു. ചരിത്രം തന്നിൽ നിന്ന് ആരംഭിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. അദ്ദേഹത്തിന്റെ മഹത്തായ സാമ്രാജ്യത്തിന് ഒരേയൊരു വലിയ ഭീഷണി മാത്രമേ പുറത്തുനിന്നുണ്ടായിരുന്നുള്ളൂ: വടക്കു നിന്നുള്ള സിയോങ്നുക്കൾ. തന്റെ ഏകീകൃത സാമ്രാജ്യത്തിന്റെ അതിരുകൾ സുരക്ഷിതമല്ലാത്തത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പല നാട്ടുരാജ്യങ്ങൾ പണിത പലയിടത്തായി മുറിഞ്ഞുകിടക്കുന്ന മതിലുകൾ ഒരു പരിഹാരമല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടത് സമ്പൂർണമായ, അഭേദ്യമായ ഒരു പ്രതിരോധമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഭ്രാന്തമായ ആശയം രൂപം കൊണ്ടു: നിലവിലുള്ള എല്ലാ മതിലുകളെയും കൂട്ടിയോജിപ്പിക്കുക, ഇടയിലുള്ള വിടവുകൾ നികത്തുക. അതിനെ കിഴക്ക് ബൊഹായ് ഉൾക്കടലിന്റെ തീരത്ത് നിന്ന് തുടങ്ങി മലനിരകളും താഴ്വരകളും താണ്ടി പടിഞ്ഞാറ് ഗോബി മരുഭൂമിയുടെ വരണ്ട ഭൂമിക വരെ നീളുന്ന ഒരൊറ്റ
അഖണ്ഡമായ മതിലാക്കി മാറ്റുക. 10,000 ലീ നീളമുള്ള മതിൽ, അതായത് 1 ലീ ഏകദേശം 1/2 കിലോമീറ്റർ വരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ പിന്നീട് കാണാനിടയില്ലാത്ത ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതി. ചക്രവർത്തിയുടെ കൽപ്പന ഒരു തീക്കാറ്റുപോലെ സാമ്രാജ്യമെങ്ങും പടർന്നു. തന്റെ ഏറ്റവും വിശ്വസ്തനായ സേനാധിപൻ ജനറൽ മെങ് ടിയാനെ അദ്ദേഹം ഈ മഹായജ്ഞത്തിന്റെ മേൽനോട്ടക്കാരനായി നിയമിച്ചു. 30,000 പടയാളികളും അതിലുമെത്രയോ ഇരട്ടി തൊഴിലാളികളുമായി മെങ് ടിയാൻ വടക്കൻ അതിർത്തിയിലേക്ക് നീങ്ങി. ആരായിരുന്നു ഈ തൊഴിലാളികൾ? അവരിൽ സൈനികരുണ്ടായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ട കുറ്റവാളികളുണ്ടായിരുന്നു. കടം വീട്ടാൻ കഴിയാത്ത കർഷകരുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ നയങ്ങളെ എതിർത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഇതിലൊന്നും പെടാത്ത ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കർഷകരെ നിർബന്ധിത ജോലിക്ക് പിടിച്ചുകൊണ്ടുവന്നു. ഗ്രാമങ്ങളിൽ നിന്ന് പുരുഷന്മാരെ ചങ്ങലകിട്ട് വടക്കൻ അതിർത്തിയിലെ തരിശുനിലങ്ങളിലേക്ക് ആട്ടിത്തെളിച്ചു. പിറകിൽ തങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും ഓർത്തു വിലപിക്കുന്ന സ്ത്രീകളുടെ ഒരു നീണ്ട നിര ബാക്കിയായി. അവരെത്തിച്ചേർന്നത് ഒരു നരകത്തിലേക്കായിരുന്നു. വടക്കൻ ചൈനയിലെ കാലാവസ്ഥ അതികഠിനമായിരുന്നു. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന ചൂട്, മഞ്ഞുകാലത്ത് മജ്ജയെപ്പോലും മരവിപ്പിക്കുന്ന തണുപ്പ്. നേർത്ത വസ്ത്രങ്ങളുമായി ഈ കാലാവസ്ഥയെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല. താമസിക്കാൻ ശരിയായ സൗകര്യങ്ങളില്ല. കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണമില്ല. മലേറിയയും അതിസാരവും പോലുള്ള രോഗങ്ങൾ പടർന്നുപിടിച്ചു. ജോലി അതിലും ഭീകരമായിരുന്നു. ഇന്നത്തെ പോലെ യന്ത്രങ്ങളോ ക്രെയിനുകളോ ഇല്ലാത്ത കാലം. മനുഷ്യന്റെ കായികശേഷി മാത്രമായിരുന്നു ആശ്രയം. 100 കണക്കിന് കിലോ തൂക്കമുള്ള കല്ലുകൾ മലമുകളിലേക്ക് വലിച്ചു കയറ്റണം. ദൂരെ നിന്നും മണ്ണും വെള്ളവും ചുമന്നുകൊണ്ടുവന്ന് ഹാങ് തൂ ഭിത്തികൾ ഇടിച്ചുറപ്പിക്കണം. കുത്തനെയുള്ള മലഞ്ചെരുവുകളിൽ പണിയെടുക്കുമ്പോൾ കാൽവഴുതി ആയിരക്കണക്കിനടി താഴ്ചയിലേക്ക് പതിച്ചു മരിക്കുന്നത് സാധാരണമായിരുന്നു. മേൽനോട്ടക്കാരുടെ ചാട്ടവാറടികൾ നിരന്തരം അവരുടെ മുതുകിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ദിവസവും 100 കണക്കിന് ആളുകൾ മരിച്ചു വീണു. പണിസ്ഥലത്ത് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ ദൂരെയുള്ള വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് അസാധ്യമായിരുന്നു. അതിനാൽ മരിച്ചവരെ അവർ പണിയുന്ന മതിലിന്റെ അടിത്തറയിൽ തന്നെ കുഴിച്ചുമൂടിയെന്ന് ഒരു വ്യാപകമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ചൈനക്കാർ ആ മതിലിനെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ശ്മശാനം എന്ന് വിളിച്ചത്. ഓരോ കല്ലിനടിയിലും ഒരു മനുഷ്യന്റെ നിലവിളിയുണ്ട്. ഓരോ പിടി മണ്ണിനടിയിലും ഒരു കുടുംബത്തിന്റെ കണ്ണുനീരുണ്ട് എന്നവർ വിശ്വസിച്ചു. ഒരു നാടോടി പാട്ട് അക്കാലത്ത് ചൈനയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. മെങ് എന്ന ഒരു യുവതിയെക്കുറിച്ചായിരുന്നു ആ ഗാനം. അവളുടെ ഭർത്താവ് ഫാൻ ഷിലിയാങ്ങിനെ മതിൽ പണിക്കായി പിടിച്ചുകൊണ്ടുപോയിരുന്നു. മഞ്ഞുകാലം വന്നപ്പോൾ ഭർത്താവിന് തണുപ്പകറ്റാനുള്ള വസ്ത്രങ്ങളുമായി അവൾ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവൾ കേട്ടത് തന്റെ ഭർത്താവ് പണിക്കിടയിൽ മരിച്ചുപോയി എന്നും അദ്ദേഹത്തിന്റെ ശരീരം മതിലിനടിയിൽ അടക്കം ചെയ്തു എന്നുമുള്ള വാർത്തയാണ്. ദുഃഖം സഹിക്കാനാവാതെ മെങ് മതിലിനരികിലിരുന്ന് രാവും പകലും കരഞ്ഞു. അവളുടെ കണ്ണുനീർ വീണ് മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും അതിനടിയിൽ നിന്ന് അവളുടെ ഭർത്താവിന്റെ അസ്ഥികൂടം പുറത്തുവരികയും ചെയ്തു എന്നാണ് ആ കഥ. ഈ കഥ ഒരുപക്ഷേ സാങ്കല്പികമായിരിക്കാം, എന്നാൽ അത് അക്കാലത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വേദനയുടെ പ്രതീകമായിരുന്നു. 10 വർഷത്തോളം നീണ്ട ഈ മനുഷ്യയജ്ഞത്തിനൊടുവിൽ ചിൻ ഷി ഹുവാങ്ങിന്റെ സ്വപ്നം ഒരു പരിധിവരെ യാഥാർത്ഥ്യമായി. ഏകദേശം 5000 കിലോമീറ്ററിലധികം നീളത്തിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഒരു മതിലുയർന്നു. അത് പ്രധാനമായും ഇടിച്ചുറപ്പിച്ച മണ്ണുകൊണ്ടും പ്രാദേശികമായി ലഭ്യമായ കല്ലുകളും മരങ്ങളും കൊണ്ടുമായിരുന്നു നിർമ്മിച്ചത്. നമ്മൾ ഇന്ന് കാണുന്ന മനോഹരമായ ഇഷ്ടിക പാകിയ മതിലായിരുന്നില്ല അത്. എന്നിരുന്നാലും അക്കാലത്തെ സാഹചര്യത്തിൽ അതൊരു മഹാത്ഭുതം തന്നെയായിരുന്നു. ഒരു കേന്ദ്രീകൃത അധികാരത്തിന് എന്തെല്ലാം നേടാൻ കഴിയുമെന്നതിൻ്റെ ഭീമാകാരമായൊരു പ്രഖ്യാപനമായിരുന്നു അത്. സിയോങ് നുക്കളുടെ മിന്നലാക്രമണങ്ങളെ ഒരു പരിധിവരെ തടയാൻ ഈ മതിലിന് കഴിഞ്ഞു. കുതിരപ്പടയ്ക്ക് അനായാസം കടന്നുവരാൻ സാധിക്കാതെയായി. എന്നാൽ ഈ മതിൽ നിർമ്മാണം ചിൻ സാമ്രാജ്യത്തിന് നൽകിയ വില വളരെ വലുതായിരുന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നു. ജനങ്ങളുടെ മേൽ അമിതമായ നികുതിഭാരം അടിച്ചേൽപ്പിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ജനങ്ങളുടെ മനസ്സിൽ ചക്രവർത്തിയോടുള്ള വെറുപ്പും അമർഷവും ആളിക്കത്തി. ക്രീമു 210-ൽ അമരത്വം തേടിയുള്ള ഒരു യാത്രയ്ക്കിടെ ചിൻ ഷി ഹുവാങ് മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തുവന്നതോടെ അതുവരെ അടക്കിവച്ച ജനരോഷം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു.
രാജ്യത്തുടനീളം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ചക്രവർത്തിയുടെ മരണശേഷം വെറും 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പടുത്തുയർത്തിയ ശക്തമായ ചിൻ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. അദ്ദേഹം പണിത വൻമതിൽ മാത്രം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദനയുടെയും ഒരു ഏകാധിപതിയുടെ അടങ്ങാത്ത മോഹത്തിന്റെയും നിത്യസ്മാരകമായി അവിടെ നിലനിന്നു. ആ മതിലിന്റെ കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല, യഥാർത്ഥത്തിൽ തുടങ്ങുകയായിരുന്നു. ക്രൂരതയുടെ പ്രതീകമായി ജനിച്ച ആ മതിൽ പിന്നീട് വന്ന ഒരു രാജവംശത്തിന്റെ കീഴിൽ ചൈനയുടെ സമൃദ്ധിയുടെയും സംസ്കാരത്തിന്റെയും കാവൽക്കാരനായി മാറാൻ പോകുകയായിരുന്നു. ചിൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധങ്ങളുടെയും അരാജകത്വത്തിന്റെയും ചാരത്തിൽ നിന്ന് ചൈനയിൽ പുതിയൊരു രാജവംശം ഉദയം ചെയ്തു. ഹാൻ രാജവംശം, ഹാൻ ഡൈനാസ്റ്റി. ചിൻ വംശത്തിന്റെ ക്രൂരമായ നിയമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിപരീതമായി കൂടുതൽ മനുഷ്യത്വപരമായ ഒരു ഭരണരീതിയാണ് ഹാൻ ചക്രവർത്തിമാർ സ്വീകരിച്ചത്. നികുതികൾ കുറച്ചു, കൺഫ്യൂഷ്യൻ തത്വങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. 400 വർഷത്തോളം നീണ്ടുനിന്ന ഹാൻ ഭരണം ചൈനയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്നും ചൈനയിലെ ഭൂരിപക്ഷം ജനങ്ങളും സ്വയം ഹാൻ ചൈനീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ രാജവംശത്തിന്റെ സാംസ്കാരിക സ്വാധീനം ഒന്നുകൊണ്ടാണ്. ഹാൻ ചക്രവർത്തിമാർ ചിൻ ഷി ഹുവാങ്ങിന്റെ പല നയങ്ങളെയും തള്ളിക്കളഞ്ഞെങ്കിലും ഒരൊറ്റ കാര്യത്തിന്റെ പ്രാധാന്യം അവർ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു: വൻമതിൽ. കാരണം വടക്കു നിന്നുള്ള സിയോങ് നുപ്പരുടെ ഭീഷണി അവസാനിച്ചിരുന്നില്ല. ചിൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ അവർ കൂടുതൽ ശക്തരായിരുന്നു. ഹാൻ സാമ്രാജ്യത്തിന്റെ ആദ്യ ചക്രവർത്തിയായ ഗാവോസുവിന് പോലും സിയോങ് നുക്കളോട് ഒരു യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരുമായി സമാധാന കരാറിലേർപ്പെടാനും അവർക്ക് പട്ടും ധാന്യങ്ങളും ചൈനീസ് രാജകുമാരിമാരെ വിവാഹം കഴിച്ചു നൽകാനും അദ്ദേഹം നിർബന്ധിതനായി. ഈ അപമാനം ഹാൻ ചക്രവർത്തിമാരെ വല്ലാതെ അലട്ടി. സിയോങ് നുക്കളെ സൈനികമായി നേരിടുക എന്നത് എളുപ്പമായിരുന്നില്ല. അതിനാൽ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ചിൻ നയത്തിലേക്ക് തന്നെ അവരും തിരിഞ്ഞു. എന്നാൽ ചിൻ ഷി ഹുവാങ്ങിനെ പോലെ ക്രൂരമായ നിർബന്ധിത ജോലിക്ക് പകരം കൂടുതൽ സംഘടിതവും ആസൂത്രിതവുമായ രീതിയിലാണ് ഹാൻ വംശം മതിലിന്റെ നിർമ്മാണത്തെ സമീപിച്ചത്. അവർ ചിൻ നിർമ്മിച്ച മൺഭിത്തികളെ അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തി. അതിനു പുറമെ പടിഞ്ഞാറോട്ട് ഇന്നത്തെ ഗാൻസു പ്രവിശ്യയിലൂടെ ഹെക്സി ഇടനാഴി എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ ഭൂപ്രദേശത്തേക്ക് മതിലിനെ വ്യാപിപ്പിച്ചു. ഇത് വെറുമൊരു പ്രതിരോധ നിർമ്മിതിയായിരുന്നില്ല, മറിച്ച് ഒരു വലിയ സൈനിക തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഹാൻ കാലഘട്ടത്തിൽ വൻമതിൽ ഒരു ഒറ്റപ്പെട്ട ഭിത്തി എന്നതിലുപരി ഒരു സമ്പൂർണ്ണ പ്രതിരോധ ശൃംഖലയായി വികസിച്ചു. ചിൻ കാലഘട്ടത്തിലെ കാവൽമാടങ്ങളെക്കാൾ ഉയരവും ബലവുമുള്ള നിരീക്ഷണ ഗോപുരങ്ങൾ അവർ നിർമ്മിച്ചു. ഇവ തമ്മിൽ കൃത്യമായ അകലം പാലിച്ചിരുന്നു. ഓരോ ഗോപുരത്തിലും ഒരു ചെറിയ സൈനിക വിഭാഗത്തെ വിന്യസിച്ചു. അവർക്ക് താമസിക്കാനും ആയുധങ്ങളും ഭക്ഷണവും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ടായിരുന്നു. ശത്രുവിന്റെ നീക്കങ്ങൾ വളരെ വേഗത്തിൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അറിയിക്കാൻ കാര്യക്ഷമമായ ഒരു അപായ സൂചന സംവിധാനം അവർ വികസിപ്പിച്ചു. ഇത് വളരെ കൗതുകകരമായ ഒന്നായിരുന്നു. പകൽ സമയങ്ങളിൽ ഉണങ്ങിയ ചാണകവും ചെന്നായയുടെ കാഷ്ടവും ചേർത്ത മിശ്രിതം കത്തിച്ച് കറുത്ത കട്ടിയുള്ള പുകയുണ്ടാക്കും. ഈ പുക വളരെ ദൂരത്തു നിന്നുപോലും വ്യക്തമായി കാണാമായിരുന്നു. ഒരു ഗോപുരത്തിൽ പുകയുയർന്നാൽ അടുത്ത ഗോപുരത്തിലെ സൈനികർ അത് കാണുകയും അവരും തീയിടുകയും ചെയ്യും. ഇങ്ങനെ ഒരു റിലേ പോലെ മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് കിലോമീറ്റർ ദൂരേക്ക് സന്ദേശം കൈമാറാൻ കഴിഞ്ഞിരുന്നു. രാത്രിയിൽ തീജ്വാലകളാണ് ഉപയോഗിച്ചിരുന്നത്. വരുന്ന ശത്രുക്കളുടെ എണ്ണത്തിനനുസരിച്ച് പുകയുടെയോ തീയുടെയോ എണ്ണത്തിൽ മാറ്റം വരുത്തി കൂടുതൽ വിവരങ്ങൾ കൈമാറാനും അവർക്ക് സാധിച്ചിരുന്നു. ചില തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒരു മതിലിന് പകരം 2 സമാന്തരമായ ഭിത്തികൾ നിർമ്മിച്ചു. ആദ്യത്തെ മതിൽ ഭേദിച്ച് ശത്രുക്കൾ അകത്ത് കടന്നാൽ അവർ 2 മതിലുകൾക്കിടയിലെ ഒരു കെണിയിൽപ്പെടും. ഈ ഇടുങ്ങിയ സ്ഥലത്തുവച്ച് അവരെ മുകളിൽ നിന്നും വശങ്ങളിൽ നിന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സൈനികർക്ക് എളുപ്പമായിരുന്നു. നിർമ്മാണത്തിലെ വൈവിധ്യം. ഹാൻ സാമ്രാജ്യം വിശാലമായിരുന്നു. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിയും ലഭ്യമായ വസ്തുക്കളും അനുസരിച്ച് നിർമ്മാണ രീതിയിലും മാറ്റങ്ങൾ വരുത്തി. മരുഭൂമിയിലൂടെ മതിൽ പണിയുമ്പോൾ അവർ മണലിനെയും ചരളിനെയും പാളികളായി അടുക്കി ഇടയിൽ ഉണങ്ങിയ പുല്ലുകളും ചില്ലകളും വെച്ച് ബലപ്പെടുത്തി. ഇത് മണലൊളിപ്പ് തടയാനും ഭിത്തിക്ക് ഉറപ്പു നൽകാനും സഹായിച്ചു. ഹാൻ കാലഘട്ടത്തിൽ വൻമതിലിനു ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ധർമ്മം മറ്റൊന്നായിരുന്നു. അത്
ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വിഖ്യാതമായ പട്ടുപാതയുടെ സംരക്ഷകനായി അത് മാറി എന്നതാണ്. ചക്രവർത്തിയായ വു എന്ന ചക്രവർത്തിയുടെ കാലത്ത് സിയോങ്നുക്കൾക്കെതിരെ സഖ്യകക്ഷികളെ കണ്ടെത്താനായി ഷാങ് ചിയാൻ എന്ന ഒരു ദൂതനെ പടിഞ്ഞാറൻ ദേശങ്ങളിലേക്ക് അയച്ചു. ഷാങ് ചിയാന്റെ യാത്ര സൈനികമായി പരാജയപ്പെട്ടെങ്കിലും അത് ചൈനയ്ക്ക് പുതിയൊരു ലോകം തുറന്നുകൊടുത്തു. മധ്യേഷ്യയിലെയും പേർഷ്യയിലെയും ഇന്ത്യയിലെയും സംസ്കാരങ്ങളെയും സമ്പത്തിനെയും കുറിച്ച് അദ്ദേഹം ചക്രവർത്തിയെ അറിയിച്ചു. സ്വർഗത്തിൽ നിന്ന് വന്നതെന്ന് ചൈനക്കാർ വിശ്വസിച്ച ശക്തരായ കുതിരകളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. ഇത് ഒരു പുതിയ വ്യാപാരപാതയുടെ തുടക്കമായിരുന്നു. ചൈനയുടെ പട്ടും തേയിലയും മൺപാത്രങ്ങളും പടിഞ്ഞാറൻ ദേശങ്ങളിലേക്കും അവിടുത്തെ കുതിരകളും സ്വർണവും വെള്ളിയും ഗ്ലാസും മുന്തിരിയും ചൈനയിലേക്കും ഒഴുകാൻ തുടങ്ങി. ചരക്കുകൾ മാത്രമല്ല, ആശയങ്ങളും മതങ്ങളും. ബുദ്ധമതം ചൈനയിലേക്ക് വന്നത് ഈ പാതയിലൂടെയാണ്. സംസ്കാരങ്ങളും ഈ പാതയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ പട്ടുപാത കടന്നുപോയിരുന്നത് ഹെക്സി ഇടനാഴിയിലൂടെയായിരുന്നു. ഈ ഇടുങ്ങിയ പാതയുടെ ഇരുവശത്തും വിജനമായ മരുഭൂമിയും പർവ്വതങ്ങളുമായിരുന്നു. കച്ചവട സംഘങ്ങൾക്ക് ഇത് വളരെ അപകടം പിടിച്ച ഒരു വഴിയായിരുന്നു. കൊള്ളക്കാരും സിയോങ്നുക്കളെ പോലുള്ള നാടോടി ഗോത്രങ്ങളും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. ഇവിടെയാണ് ഹാൻ രാജവംശം പടിഞ്ഞാറോട്ട് നീട്ടിപ്പണിത വൻമതിൽ ഒരു രക്ഷകനായത്. വൻമതിൽ ഈ വ്യാപാരപാതയ്ക്ക് ഒരു സുരക്ഷിത ഇടനാഴിയായി വർത്തിച്ചു. മതിലിനോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ കച്ചവട സംഘങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നി. മതിലിലെ കാവൽമാടങ്ങൾ അവർക്ക് വഴികാട്ടിയായി. അപകടമുണ്ടായാൽ സൈനികരുടെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മതിലിലെ കോട്ടകൾ അവർക്ക് രാത്രിയിൽ തങ്ങാനും വെള്ളവും ഭക്ഷണവും ശേഖരിക്കാനുമുള്ള സുരക്ഷിത താവളങ്ങളായി മാറി. അങ്ങനെ ചിൻഷി ഹുവാങ്ങിന്റെ കാലത്ത് പുറംലോകത്തെ അകറ്റി നിർത്താനുള്ള ഒരു വേർതിരിവിന്റെ ചിഹ്നമായിരുന്ന മതിൽ ഹാൻ കാലഘട്ടത്തിൽ ചൈനയെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന സമൃദ്ധിയുടെയും വ്യാപാരത്തിന്റെയും ഒരു പാലമായി മാറി. എന്നാൽ ഈ സുവർണ കാലഘട്ടത്തിനും ഒരു അന്ത്യമുണ്ടായിരുന്നു. ഹാൻ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ അഴിമതിയും ആഭ്യന്തര കലഹങ്ങളും കർഷക ലഹളകളും സാമ്രാജ്യത്തെ ദുർബലമാക്കി. അതിർത്തിയിലെ സൈനികരുടെ ശമ്പളം മുടങ്ങി. മതിലിന്റെ അറ്റകുറ്റപ്പണികൾ നിലച്ചു. സൈനികർ കൂട്ടത്തോടെ തങ്ങളുടെ താവളങ്ങൾ ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങി. ഒരിക്കൽ ചൈനയുടെ അഭിമാനമായിരുന്ന ആ കാവൽക്കാരൻ പതിയെ പതിയെ ദുർബലനായി വീണ്ടും ഒരു നീണ്ട നിദ്രയിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. ചരിത്രത്തിന്റെ പുതിയ കൊടുങ്കാറ്റുകൾക്കായി കാതോർത്ത് നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു നിശബ്ദതയിലേക്ക്. ഓരോ സാമ്രാജ്യത്തിനും ഒരു അസ്തമയമുണ്ട്. ഹാൻ വംശത്തിന്റെ സുവർണ കിരീടവും കാലത്തിന്റെ കുത്തൊഴുക്കിൽ മങ്ങിപ്പോയി. ക്രിസ്തുവർഷം 220-ൽ ആഭ്യന്തര കലഹങ്ങളുടെയും സൈനിക പ്രഭുക്കന്മാരുടെ അധികാര വടംവലികളുടെയും ഫലമായി ഹാൻ സാമ്രാജ്യം മൂന്നായി പിളർന്നു. ചരിത്രത്തിൽ 3 രാജ്യങ്ങളുടെ കാലഘട്ടം എന്നു വിശ്രുതമായ യുദ്ധങ്ങളുടെയും വീരഗാഥകളുടെയും ഒരു പുതിയ യുഗം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ചൈനയുടെ ശ്രദ്ധ പൂർണ്ണമായും ആഭ്യന്തര ശത്രുക്കളിലായിരുന്നു. വെയ്, ഷു, വു എന്നീ 3 രാജ്യങ്ങൾ പരസ്പരം പോരടിക്കുമ്പോൾ വടക്കൻ അതിർത്തിയിലെ ആ പഴയ കാവൽക്കാരനെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമുണ്ടായിരുന്നില്ല. വൻമതിൽ വീണ്ടും അനാഥനായി. അതിന്റെ കാവൽമാടങ്ങളിൽ ആയുധങ്ങളുടെ മുഴക്കത്തിനു പകരം കാറ്റിന്റെ ചൂളം വിളി നിറഞ്ഞു. സൈനികർ നടന്ന പാതകളിൽ പുല്ലും പാഴ്ചെടികളും വളർന്നു. കാലവർഷത്തിൽ കുതിർന്ന മൺഭിത്തികൾ ഇടിഞ്ഞുപൊളിഞ്ഞ് മണ്ണോട് ചേർന്നു. പ്രകൃതി മനുഷ്യൻ തന്നിൽ നിന്ന് തട്ടിയെടുത്തതിനെ പതിയെ പതിയെ തിരികെ പിടിക്കാൻ തുടങ്ങി. 3 രാജ്യങ്ങളുടെ കാലഘട്ടത്തിന് ശേഷവും ചൈനയുടെ രാഷ്ട്രീയ അസ്ഥിരത തുടർന്നു. ജിൻ രാജവംശം ചൈനയെ താൽക്കാലികമായി ഒന്നിപ്പിച്ചെങ്കിലും അധികം വൈകാതെ വടക്കുനിന്നുള്ള പുതിയ നാടോടി ഗോത്രങ്ങൾ ആക്രമണം ആരംഭിച്ചു. ഇത്തവണ അവർ സിയോങ്നുക്കൾ മാത്രമായിരുന്നില്ല. സിയാൻബെയ്, ജിയെ, ക്യുആങ്, ഡി തുടങ്ങി പല ഗോത്രവർഗങ്ങൾ വടക്കൻ ചൈനയിലേക്ക് ഇരച്ചുകയറി അവിടെ നിരവധി ചെറിയ രാജ്യങ്ങൾ സ്ഥാപിച്ചു. ഈ കാലഘട്ടം വടക്കും തെക്കും രാജവംശങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നു. വടക്കൻ ചൈന ഈ നാടോടി ഗോത്രങ്ങളുടെ നിയന്ത്രണത്തിലും തെക്കൻ ചൈന പലായനം ചെയ്ത ഹാൻ ചൈനീസ് വംശജരുടെ നിയന്ത്രണത്തിലുമായി വിഭജിക്കപ്പെട്ടു. ഈ സമയത്ത് വൻമതിലിന്റെ അവസ്ഥ കൂടുതൽ വിചിത്രമായി. വടക്കൻ ചൈന ഭരിച്ചിരുന്ന അപരിഷ്കൃതർ എന്ന് മുദ്രകുത്തപ്പെട്ട ഭരണാധികാരികൾക്ക് തങ്ങളുടെ പിന്നിലുള്ള മറ്റു നാടോടി ഗോത്രങ്ങളെ പ്രതിരോധിക്കാൻ ഈ മതിൽ ആവശ്യമായി വന്നു. അങ്ങനെ വിരോധാഭാസമെന്ന് പറയട്ടെ, ഒരു കാലത്ത് ചൈനീസ് സംസ്കാരത്തെ അപരിഷ്കൃതരിൽ നിന്ന് സംരക്ഷിക്കാൻ നിർമ്മിച്ച മതിൽ
ഇപ്പോൾ അപരിഷ്കൃതർ എന്ന് വിളിക്കപ്പെട്ടവർ തന്നെ മറ്റ് അപരിഷ്കൃതർക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങി. വടക്കൻ വേയി, വടക്കൻ ക്വീ തുടങ്ങിയ രാജവംശങ്ങൾ വൻമതിലിൻ്റെ ചില ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യുകയും പുതിയ ചില ഭാഗങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. വടക്കൻ ക്വീ രാജവംശം ഏകദേശം 1500 കിലോമീറ്റർ നീളത്തിൽ മതിൽ നിർമ്മിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. എന്നാൽ ഇവയൊന്നും ചിൻ അല്ലെങ്കിൽ ഹാൻ കാലഘട്ടത്തിലെ പോലെ ഒരു മഹാപദ്ധതിയായിരുന്നില്ല. അതത് കാലത്തെ ആവശ്യം നിറവേറ്റാനുള്ള പ്രാദേശിക നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു അവ. നൂറ്റാണ്ടുകൾ നീണ്ട വിഭജനത്തിനു ശേഷം ക്രിസ്തുവർഷം 581-ൽ സ്യൂ രാജവംശം ചൈനയെ വീണ്ടും ഏകീകരിച്ചു. അവർ വൻമതിലിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചില പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഹ്രസ്വകാലം മാത്രം നിലനിന്ന സ്യൂ രാജവംശത്തിനു ശേഷം അധികാരത്തിൽ വന്ന ടാങ് രാജവംശത്തിന്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. ടാങ് കാലഘട്ടം ചൈനയുടെ ചരിത്രത്തിലെ മറ്റൊരു സുവർണ യുഗമായിരുന്നു. സൈനികമായി അവർ അങ്ങേയറ്റം ശക്തരായിരുന്നു. അവരുടെ സാമ്രാജ്യം വൻമതിലിനും അപ്പുറത്തേക്ക് മധ്യേഷ്യ വരെ വ്യാപിച്ചു കിടന്നു. പ്രതിരോധത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിനു പകരം ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്നവർ വിശ്വസിച്ചു. ടാങ് ചക്രവർത്തിമാർ തങ്ങളുടെ ശക്തമായ കുതിരപ്പടയെ ഉപയോഗിച്ച് വടക്കൻ നാടോടി ഗോത്രങ്ങളെ അവരുടെ തട്ടകത്തിൽ ചെന്ന് പരാജയപ്പെടുത്തി. അവർ സൈനിക ശക്തിക്കൊപ്പം നയതന്ത്രവും ഉപയോഗിച്ചു. പല ഗോത്രങ്ങളെയും തങ്ങളുടെ സഖ്യകക്ഷികളാക്കി മാറ്റി. പട്ടുപാതയിലൂടെയുള്ള വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചു. ചൈനയുടെ തലസ്ഥാനമായ ചാങ് ആൻ, ഇന്നത്തെ ഷിയാൻ, ഒരാഗോള മഹാനഗരമായി മാറി. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള വ്യാപാരികളും സഞ്ചാരികളും പണ്ഡിതന്മാരും കലാകാരന്മാരും അവിടെ ഒത്തുകൂടി. അങ്ങനെയൊരു തുറന്നതും ആത്മവിശ്വാസമുള്ളതുമായൊരു സാമ്രാജ്യത്തിന് പുറം ലോകത്തെ അകറ്റി നിർത്തുന്ന ഒരു മതിലിന്റെ ആവശ്യം തോന്നിയില്ല. ടാങ് കാലഘട്ടത്തിൽ വൻമതിൽ ഏതാണ്ട് പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ടു. അതൊരു സൈനിക പ്രതിരോധ മാർഗമല്ലാതായി. പഴയ കാലത്തിന്റെ ഒരു ശേഷിപ്പ് മാത്രമായി അത് മലനിരകളിൽ ജീർണിച്ചു കിടന്നു. ചില കവികൾ അവരുടെ കവിതകളിൽ ആ തകർന്ന മതിലിനെ വർണ്ണിച്ചു. കഴിഞ്ഞുപോയ കാലത്തിന്റെ വ്യർത്ഥതയുടെയും യുദ്ധങ്ങളുടെ ഭീകരതയുടെയും പ്രതീകമായി. ടാങ് സാമ്രാജ്യത്തിന്റെ പതനത്തിനുശേഷം ചൈന വീണ്ടും വിഭജനത്തിന്റെ പാതയിലേക്ക് നീങ്ങി. സോങ് രാജവംശം ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അധികാരം സ്ഥാപിച്ചെങ്കിലും അവർക്ക് വടക്കുഭാഗത്ത് നിന്നുള്ള പുതിയ ശത്രുക്കളെ നേരിടേണ്ടി വന്നു. ഖിതാൻ, ജുർച്ചൻ തുടങ്ങിയ ശക്തരായ ഗോത്രങ്ങൾ വടക്കൻ ചൈന കീഴടക്കി അവിടെ സ്വന്തം രാജവംശങ്ങൾ ലിയാവോ, ജിൻ സ്ഥാപിച്ചു. ഈ ജിൻ രാജവംശം മംഗോളിയൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി വിപുലമായ തോതിൽ മതിൽ നിർമ്മാണം നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം വരാനിരിക്കുന്ന ഒരു മഹാപ്രളയത്തിനു മുന്നിൽ ഒന്നുമല്ലാതായി തീരാൻ പോകുകയായിരുന്നു. നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന ആ കൽമതിലിനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കാൻ പോകുന്നൊരു കൊടുങ്കാറ്റ് വടക്കൻ പുൽമേടുകളിൽ രൂപം കൊള്ളുകയായിരുന്നു. ഒറ്റപ്പെട്ടുകിടന്ന മംഗോൾ ഗോത്രങ്ങളെ ഒരൊറ്റ പതാകയ്ക്ക് കീഴിൽ ഒരുമിപ്പിച്ച ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കുറിച്ചോ ആ മനുഷ്യന്റെ പേര് തെമുജിൻ എന്നായിരുന്നു. ലോകം അദ്ദേഹത്തെ പിന്നീട് വിളിച്ചത് മറ്റൊരു പേരിലായിരുന്നു, ജെങ്കിസ് ഖാൻ. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മംഗോളിയൻ പുൽമേടുകളിലെ മൂർച്ചയേറിയ കാറ്റിൽ ഒരു പുതിയ ഗർജന മുഴങ്ങി. അതുവരെ പരസ്പരം കലഹിച്ചും ചിതറിക്കിടന്നും ജീവിച്ച നാടോടി ഗോത്രങ്ങളെ തെമുജിൻ എന്നൊരു നേതാവ് തന്റെ അസാമാന്യമായ സൈനിക പാടവം കൊണ്ടും ഉരുക്കുപോലുള്ള നിശ്ചയദാർഢ്യം കൊണ്ടും ഒരുമിപ്പിച്ചു. 1206-ൽ എല്ലാ മംഗോൾ ഗോത്രങ്ങളുടെയും മഹാസഭയായ കുറുൾത്തായ് അദ്ദേഹത്തെ ജെങ്കിസ് ഖാനായി പ്രഖ്യാപിച്ചു. പ്രപഞ്ചത്തിന്റെ അധിപൻ. 1211-ൽ ജെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ മംഗോൾ സൈന്യം ജിൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു. അവർക്ക് മുന്നിൽ ഒരു വലിയ തടസ്സമായി നിന്നത് ജിൻ രാജവംശം നിർമ്മിച്ച വൻമതിലിന്റെ ഭാഗങ്ങളായിരുന്നു. എന്നാൽ ആ മതിൽ മംഗോളിയൻ പ്രളയത്തെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് വൻമതിൽ ഒരൊറ്റ അഖണ്ഡമായ ഭേദിക്കാനാവാത്ത ഒരു നിർമ്മിതിയാണെന്നുള്ളത്. യാഥാർത്ഥ്യത്തിൽ അതങ്ങനെയല്ല. മതിൽ പലയിടത്തും മുറിഞ്ഞുകിടന്നിരുന്നു. മലനിരകളിലെ ചുരങ്ങളിലൂടെയും നദികളൊഴുകുന്ന താഴ്വരകളിലൂടെയും വഴികളുണ്ടായിരുന്നു. ഈ തന്ത്രപ്രധാനമായ ചുരങ്ങളിലാണ് ഏറ്റവും ശക്തമായ കോട്ടകൾ നിർമ്മിച്ചിരുന്നത്. മംഗോളിയക്കാർ ചെയ്തത്
മതിലിൽ തലകൊണ്ട് ഇടിക്കുകയായിരുന്നില്ല, മറിച്ച് അതിന്റെ ഏറ്റവും ദുർബലമായ കണ്ണികൾ കണ്ടെത്തുകയായിരുന്നു. മതിലിന്റെ നീളം മുഴുവൻ ഒരുപോലെ സംരക്ഷിക്കാൻ ഒരു സാമ്രാജ്യത്തിനും കഴിയില്ല. മംഗോളിയക്കാർ സൈന്യത്തെ പല സംഘങ്ങളായി തിരിച്ച് താരതമ്യേന കാവൽ കുറഞ്ഞ ചുരങ്ങൾ കണ്ടെത്തി ആക്രമിച്ചു. ബാഡ്ജർ മൗത്ത് എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ ചുരത്തിൽ വെച്ച് നടന്ന യുദ്ധം നിർണായകമായിരുന്നു. മംഗോളിയക്കാർ തങ്ങളുടെ അംഗബലം കൊണ്ട് ജിൻ സൈന്യത്തെ തുരത്തുകയല്ല ചെയ്തത്. അവർ ക്ഷമയോടെ കാത്തിരുന്നു. ജിൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനായി ചെറിയ ആക്രമണങ്ങൾ നടത്തി. അതേസമയം മറ്റൊരു വഴിയിലൂടെ ഒരു സൈനിക വിഭാഗത്തെ ചുരത്തിനു പിന്നിലെത്തിച്ചു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരേ സമയം ആക്രമണം തുടങ്ങിയപ്പോൾ ജിൻ സൈന്യം ചിതറിപ്പോയി. എല്ലാ കാലത്തെയും പോലെ ഒറ്റുകാർ മംഗോളിയക്കാർക്കും സഹായകമായി. പണത്തിനും അധികാരത്തിനും വേണ്ടി കോട്ടവാതിലുകൾ തുറന്നുകൊടുത്ത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മംഗോൾ പക്ഷത്തേക്ക് കൂറുമാറിയ ചൈനീസ് ജനറൽമാർ അവർക്ക് രഹസ്യവഴികൾ കാണിച്ചുകൊടുത്തു. മംഗോളിയക്കാർ ക്രൂരരായിരുന്നു. അവർ കീഴടക്കുന്ന നഗരങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ചു. ജനങ്ങളെ ഒന്നടങ്കം കൊന്നൊടുക്കി. ഈ ഭീകരതയുടെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മംഗോൾ സൈന്യം വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ പല കോട്ടകളിലെയും സൈനികരുടെ മനോവീര്യം തകർന്നു. പലരും യുദ്ധം ചെയ്യാതെ തന്നെ കീഴടങ്ങി. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ജിൻ സാമ്രാജ്യം തകർന്നു. വൻമതിൽ നൂറ്റാണ്ടുകളായി ചൈനയുടെ സംരക്ഷകനായിരുന്ന ആ മഹാസർപ്പം പുൽമേടുകളിൽ നിന്നെത്തിയ ആ മഹാപ്രളയത്തിനു മുന്നിൽ നിസ്സഹായനായി. ജെങ്കിസ് ഖാന്റെ പൗത്രനായ കുബ്ലായി ഖാൻ തെക്കൻ ചൈനയിലെ സോങ് സാമ്രാജ്യത്തെയും കീഴടക്കി ചൈന മുഴുവൻ മംഗോളിയൻ ഭരണത്തിൻ കീഴിലാക്കി. അദ്ദേഹം യുവാൻ രാജവംശം സ്ഥാപിച്ചു. ചരിത്രത്തിലാദ്യമായി ചൈന മുഴുവൻ ഒരു വിദേശ ശക്തിയുടെ കീഴിലായി. യുവാൻ ഭരണകാലത്ത് വൻമതിലിന് എന്ത് സംഭവിച്ചു? അത് പൂർണ്ണമായും അപ്രസക്തമായി. മംഗോൾ സാമ്രാജ്യം ചൈനയും കടന്ന് മംഗോളിയയും മധ്യേഷ്യയും പേർഷ്യയും കിഴക്കൻ യൂറോപ്പും വരെ വ്യാപിച്ചു കിടന്നിരുന്നു. വൻമതിൽ ഇപ്പോൾ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലല്ല, മറിച്ച് അതിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു പഴയ നിർമ്മിതി മാത്രമായി മാറി. അതിന് യാതൊരുവിധ സൈനിക പ്രാധാന്യവും ഇല്ലാതായി. അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി നിലച്ചു. കോട്ടകളും കാവൽമാടങ്ങളും തകർന്നു വീഴാൻ തുടങ്ങി. കർഷകർ മതിലിന്റെ ഇഷ്ടികകളും കല്ലുകളും ഇളക്കിക്കൊണ്ടുപോയി തങ്ങളുടെ വീടുകളും കാലിത്തൊഴുത്തുകളും പണിതു. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ബലികൊടുത്ത് നിർമ്മിച്ച ആ മഹാമതിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്മാരകം പോലെ ചരിത്രത്തിന്റെ ശ്മശാനഭൂമിയിൽ നിശബ്ദമായി കിടന്നു. എന്നാൽ ചൈനീസ് ജനതയുടെ മനസ്സിൽ മംഗോളിയൻ ഭരണം ഒരു മുറിപ്പാടായി അവശേഷിച്ചു. തങ്ങളെ ഭരിക്കുന്നത് അപരിഷ്കൃതരായ വിദേശികളാണെന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കി. അടിമത്തത്തിന്റെ നൂറ്റാണ്ടിൽ അവരുടെ ദേശീയ ബോധം ഉള്ളിൽ കിടന്ന് പുകയാൻ തുടങ്ങി. ആ അഗ്നി ഒരുനാൾ ആളിപ്പടരുമെന്നും മംഗോളിയൻ ഭരണത്തെ ചാരമാക്കുമെന്നും ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ ചൈനീസ് രാജവംശം തങ്ങളുടെ പൂർവികർക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഇനി ഒരു ശക്തിക്കും ഭേദിക്കാനാവാത്ത, ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ മതിൽ പണിയുമെന്നും കാലം കാത്തിരുന്നു. വൻമതിലിന്റെ ഇതിഹാസത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായം ആരംഭിക്കാൻ പോകുകയായിരുന്നു. മിങ് രാജവംശത്തിന്റെ സ്ഥാപകർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: തങ്ങളുടെ രാജ്യം ഇനി ഒരിക്കലും ഒരു വിദേശ ശക്തിയുടെ കീഴിലാകരുത്. മംഗോളിയൻ ഭരണത്തിന്റെ നൂറ്റാണ്ട് നീണ്ട അപമാനം അവരുടെ മനസ്സിൽ ഒരുണങ്ങാത്ത മുറിവായി കിടന്നു. പലായനം ചെയ്ത മംഗോളിയക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്നില്ല. അവർ വടക്കൻ പുൽമേടുകളിൽ വീണ്ടും സംഘടിച്ച് മിങ് സാമ്രാജ്യത്തിന്റെ പുതിയ അതിർത്തികളിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആദ്യത്തെ മിങ് ചക്രവർത്തിമാർ ഹോങ്വുവിനെയും അദ്ദേഹത്തിന്റെ മകൻ യോങ്ലിയെയും പോലുള്ളവർ ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന നയമാണ് സ്വീകരിച്ചത്. അവർ ശക്തമായ സൈന്യത്തെ കെട്ടിപ്പടുക്കുകയും വടക്കൻ പുൽമേടുകളിലേക്ക് സൈന്യത്തെ അയച്ച് മംഗോളിയക്കാരെ അവരുടെ തട്ടകത്തിൽ വെച്ച് നേരിടുകയും ചെയ്തു. യോങ്കിൽ ചക്രവർത്തി തലസ്ഥാനം നാൻജിങ്ങിൽ നിന്ന് വടക്കൻ അതിർത്തിയോടടുത്തുള്ള പഴയ മംഗോളിയൻ തലസ്ഥാനമായ ബെയ്ജിങ്ങിലേക്ക് മാറ്റിയതുപോലും ഈ വടക്കൻ ഭീഷണിയെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ ഈ സൈനിക മുന്നേറ്റങ്ങൾ വളരെ ചെലവേറിയതും അപകടകരവുമായിരുന്നു. പുൽമേടുകളിലെ അനന്തമായ വിസ്തൃതിയിൽ വെച്ച് നാടോടി യോദ്ധാക്കളെ പൂർണ്ണമായി തുടച്ചു നിൽക്കുക അസാധ്യമാണെന്ന് മിങ് ഭരണാധികാരികൾ പതിയെ തിരിച്ചറിഞ്ഞു. 1449 സംഭവിച്ച തുമു പ്രതിസന്ധി അഥവാ തുമു ക്രൈസിസ് ഈ തിരിച്ചറിവിന് ആക്കം കൂട്ടി.
ഓയിരത്ത് മംഗോളുകളുമായുള്ള ഒരു യുദ്ധത്തിൽ ഷെങ്ടോങ് എന്ന മിങ് ചക്രവർത്തിയെ മംഗോളികൾ യുദ്ധത്തടവുകാരനായി പിടിച്ചു. ചൈനീസ് ചക്രവർത്തി തന്നെ ശത്രുവിന്റെ പിടിയിലായത് സാമ്രാജ്യത്തിന് മൊത്തത്തിലൊരു ഞെട്ടലും അപമാനവുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം മിങ് സാമ്രാജ്യത്തിന്റെ നയങ്ങളിൽ കാര്യമായൊരു മാറ്റം വന്നു. ആക്രമണത്തിൽ നിന്ന് അവർ പ്രതിരോധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. വടക്കൻ ഭീഷണിയെ എന്നേക്കുമായി അകറ്റി നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂവെന്ന് അവർ ഉറപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലുതും ശക്തവും അഭേദ്യവുമായ ഒരു പ്രതിരോധ മതിൽ നിർമ്മിക്കുക. മുൻപ് പല രാജവംശങ്ങളും പണിത മതിലുകൾ മംഗോളിയൻ പ്രളയത്തെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. അതിനാൽ പുതിയ മതിൽ പഴയതുപോലെ ആകരുത്. അതൊരു സാധാരണ മൺഭിത്തിയായിരിക്കരുത്. കല്ലിലും ചുടുകട്ടയിലും തീർത്ത ആയിരക്കണക്കിന് കോട്ടകളും കാവൽമാടങ്ങളും പീരങ്കികളും അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ സൈനിക പ്രതിരോധ ശൃംഖലയായിരിക്കണമത്. അങ്ങനെ മിങ് രാജവംശത്തിന്റെ ഏകദേശം 200 വർഷത്തോളം നീണ്ട ഭരണകാലം വൻമതിലിന്റെ ചരിത്രത്തിലെ ഏറ്റവും സജീവവും നിർണായകവുമായ ഘട്ടമായി മാറി. നമ്മൾ ഇന്ന് കാണുന്ന ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മലനിരകളിലൂടെ ഒരു മഹാസർപ്പത്തെപ്പോലെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കല്ലും ഇഷ്ടികയും കൊണ്ടുള്ള വൻമതിലിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചത് മിങ് രാജവംശമാണ്. ഇത്തവണത്തെ നിർമ്മാണം മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ചിൻ ഹാൻ കാലഘട്ടത്തിലെ പോലെ ഇടിച്ചുറപ്പിച്ച മണ്ണായിരുന്നില്ല പ്രധാന നിർമ്മാണ വസ്തു. അതിനു പകരം ദശലക്ഷക്കണക്കിന് ചുടുകട്ടകളും ഭീമാകാരമായ കൽപ്പാളികളും ഉപയോഗിച്ചു. മലനിരകളിലെ നിർമ്മാണത്തിന് സമീപത്തുള്ള പാറകൾ വെട്ടിയെടുത്ത് ഉപയോഗിച്ചു. സമതല പ്രദേശങ്ങളിൽ സമീപത്തുള്ള ചൂളകളിൽ കോടിക്കണക്കിന് ഇഷ്ടികകൾ നിർമ്മിച്ചു. ഈ ഇഷ്ടികകൾക്ക് സാധാരണ ഇഷ്ടികകളേക്കാൾ വലിപ്പവും ബലവും കൂടുതലായിരുന്നു. കല്ലുകളും ഇഷ്ടികകളും തമ്മിലൊട്ടിക്കാൻ അവർ ഒരു പ്രത്യേകതരം ചാന്ത്, മോർട്ടാർ വികസിപ്പിച്ചു. ചുണ്ണാമ്പ് കല്ലും ഒട്ടിപ്പിടിക്കുന്ന അരിപ്പൊടിയും ചേർത്തായിരുന്നു ഇതുണ്ടാക്കിയിരുന്നത്. ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് കോൺക്രീറ്റിനേക്കാൾ ബലമുള്ളതായി മാറുകയും കല്ലുകളെ ഉറപ്പിച്ചു നിർത്തുകയും കളകൾ വളരുന്നത് തടയുകയും ചെയ്തു. ഇന്നും മിങ് കാലഘട്ടത്തിലെ മതിൽ ഇത്രയധികം ബലത്തോടെ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ പ്രത്യേക ചാന്താണ്. മിങ് വൻമതിൽ വെറുമൊരു നേർരേഖയിലുള്ള ഭിത്തിയായിരുന്നില്ല. അതൊരു സമ്പൂർണ്ണ സൈനിക സംവിധാനമായിരുന്നു. മതിലിന്റെ മുകൾ ഭാഗം പരന്നതായിരുന്നു. 5 കുതിരകൾക്ക് ഒരേ സമയം നിരന്നുപോകാൻ കഴിയുന്നത്ര വീതിയുണ്ടായിരുന്നു പലയിടത്തും. ഇത് സൈനികരെയും ആയുധങ്ങളെയും ഒരു കാവൽ മാടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗത്തിലെത്തിക്കാൻ സഹായിച്ചു. മതിലിന്റെ ഉൾവശത്തേക്ക് ചരിഞ്ഞ മഴവെള്ളച്ചാലുകൾ അഥവാ ഡ്രെയിൻസ് നിർമ്മിച്ചിരുന്നു. ഇത് വെള്ളം കെട്ടിനിന്ന് മതിലിന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടഞ്ഞു. ഓരോ 100 മീറ്റർ ഇടവിട്ടും 2-3 നിലകളുള്ള കാവൽ മാടങ്ങൾ നിർമ്മിച്ചു. ഇവ സൈനികർക്ക് താമസിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനും ശത്രുക്കളെ നിരീക്ഷിക്കാനും അപായസൂചന നൽകാനും ഉപയോഗിച്ചു. ഓരോ മാടവും അടുത്തുള്ള മാടത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ദൂരത്തിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. തന്ത്രപ്രധാനമായ ചുരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും കൂറ്റൻ കോട്ടകൾ നിർമ്മിച്ചു. കിഴക്കേ അറ്റത്ത് മതിൽ കടലുമായി ചേരുന്ന സ്ഥലത്തുള്ള ഷാൻഹായ് ഗാൻ അഥവാ മലയും കടലും ചേരുന്ന ചുരം, പടിഞ്ഞാറേ അറ്റത്തുള്ള ജിയായു ഗാൻ അഥവാ മനോഹരമായ താഴ്വരയിലെ ചുരം എന്നിവ ഇതിലേറ്റവും പ്രശസ്തമാണ്. ഈ കോട്ടകൾ വലിയ സൈനിക താവളങ്ങളായും ഭരണസിരാ കേന്ദ്രങ്ങളായും വർത്തിച്ചു. മിങ് കാലഘട്ടത്തിൽ വെടിമരുന്ന് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. മതിലിലെയും കോട്ടകളിലെയും പ്രതിരോധം ശക്തമാക്കാൻ അവർ പീരങ്കികൾ സ്ഥാപിച്ചു. ഇത് നാടോടികളുടെ കുതിരപ്പടയ്ക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. ഈ ഭീമാകാരമായ നിർമ്മാണ പ്രവർത്തനത്തിന് പിന്നിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഠിനാധ്വാനവും ത്യാഗവുമുണ്ടായിരുന്നു. സൈനികർ, കുറ്റവാളികൾ, നിർബന്ധിത ജോലിക്ക് കൊണ്ടുവന്ന കർഷകർ എന്നിവരെല്ലാം ഈ ദൗത്യത്തിൽ പങ്കാളികളായി. കുത്തനെയുള്ള മലഞ്ചെരിവുകളിലേക്ക് കല്ലും ഇഷ്ടികയും എത്തിക്കുന്നത് അസാധ്യമായ ഒരു ജോലിയായിരുന്നു. അവർ പല മാർഗങ്ങൾ ഉപയോഗിച്ചു. മനുഷ്യരുടെ നീണ്ട നിരകളുണ്ടാക്കി കൈമറിഞ്ഞ സാധനങ്ങൾ മുകളിലെത്തിച്ചു. കഴുതകളെയും കോവർ കഴുതകളെയും ഉപയോഗിച്ചു. ലളിതമായ കപ്പികളും കയറുകളും ഉപയോഗിച്ച് ഭാരമുള്ള കല്ലുകൾ മുകളിലേക്ക് വലിച്ചു കയറ്റി. തണുപ്പുകാലത്ത് മലഞ്ചെരുവിൽ വെള്ളമൊഴിച്ച് ഒരു ഐസ് പാതയുണ്ടാക്കി അതിലൂടെ കല്ലുകൾ തള്ളി നീക്കിയതായും പറയപ്പെടുന്നു. ചിൻ കാലഘട്ടത്തിലെ പോലെ തന്നെ മിങ് കാലത്തെ നിർമ്മാണവും അപകടങ്ങളും മരണങ്ങളും നിറഞ്ഞതായിരുന്നു. മലമുകളിൽ നിന്ന് വീണും അസുഖങ്ങൾ ബാധിച്ചും കഠിനാധ്വാനം മൂലവും ആയിരക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു.
ഒരു ജനറൽ തന്റെ വിജയം ആഘോഷിക്കുമ്പോൾ 10,000 പടയാളികളുടെ അസ്ഥികൾ അഴുകിപ്പോയിരിക്കും എന്നൊരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്. അത് വൻമതിലിന്റെ നിർമ്മാണത്തിനും അന്വർത്ഥമായിരുന്നു. ഏകദേശം 200 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ കിഴക്ക് ഹുഷാൻ പർവ്വത നിരകളിൽ നിന്ന് തുടങ്ങി പടിഞ്ഞാറ് ഗോബി മരുഭൂമിയിലെ ജിയായുഗാൻ ചുരം വരെ നീണ്ടുകിടക്കുന്ന ഏകദേശം 8,851.8 കിലോമീറ്റർ മതിലുകൾ, കിടങ്ങുകൾ, പ്രകൃതിദത്തമായ പ്രതിബന്ധങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടെ നീളമുള്ള ഒരു മഹാപ്രതിരോധ ശൃംഖല മിങ് രാജവംശം പൂർത്തിയാക്കി. അത് ചൈനയുടെ അഭിമാന സ്തംഭമായി, അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി തലയുയർത്തി നിന്നു. ഇനിയൊരു ശക്തിക്കും ഒരു ജംഗിസ് ഖാനും ഈ മതിൽ ഭേദിച്ച് ചൈനയുടെ മണ്ണിൽ കാലുകുത്താനാവില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ചരിത്രം പലപ്പോഴും വിരോധാഭാസങ്ങൾ നിറഞ്ഞതാണ്. ഏറ്റവും ശക്തമായ കോട്ടകൾ പോലും തകരുന്നത് പുറത്തുനിന്നുള്ള ആക്രമണം കൊണ്ടായിരിക്കില്ല, മറിച്ച് അകത്തുനിന്നുള്ള ഒറ്റുകൊടുക്കൽ കൊണ്ടായിരിക്കുമെന്ന് കാലം തെളിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും ത്യാഗവും കൊണ്ട് പടുത്തുയർത്തിയ ആ മഹാമതിൽ ഒരൊറ്റ മനുഷ്യന്റെ തീരുമാനത്തിനു മുന്നിൽ നിസ്സഹായമാകുന്ന കാഴ്ചയ്ക്കാണ് ചരിത്രം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഏകദേശം 300 വർഷത്തോളം ചൈന ഭരിച്ച മിങ് രാജവംശം അതിന്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ശക്തരായ ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞു. ദുർബലരും അഴിമതിക്കാരുമായ ഭരണാധികാരികളും കൊട്ടാര ഉപജാപങ്ങളിൽ മുഴുകിയ ഷണ്ഡന്മാരായ സേവകരും സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കി. പ്രകൃതിക്ഷോഭങ്ങൾ, വരൾച്ച, ക്ഷാമം എന്നിവ സാധാരണമായി. നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കലാപക്കൊടിയുയർത്തി. ഈ കലാപങ്ങളിൽ ഏറ്റവും ശക്തമായത് ലീ സിച്ചിങ് എന്ന വിമത നേതാവിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. ഒരു മുൻ ഇടയനും തപാൽ ജീവനക്കാരനുമായിരുന്ന ലീ സിച്ചിങ് പട്ടിണിപ്പാവങ്ങളായ കർഷകരെ സംഘടിപ്പിച്ച് ഒരു വലിയ സൈന്യമുണ്ടാക്കി. ഭൂമി തുല്യമായി വീതിക്കുക, നികുതി ഒഴിവാക്കുക എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ സൈന്യം ഒന്നൊന്നായി നഗരങ്ങൾ പിടിച്ചടക്കി തലസ്ഥാനമായ ബീജിംഗിലേക്ക് നീങ്ങി. അതേസമയം മിങ് സാമ്രാജ്യത്തിനു പുറത്ത് വടക്ക് കിഴക്ക് മറ്റൊരു ശക്തി ഉദയം ചെയ്തിരുന്നു. മഞ്ചൂരിയയിലെ ജുർജൻ ഗോത്രങ്ങളെ നുർഹാസി എന്ന നേതാവ് ഒരുമിപ്പിച്ച് അവരെ മഞ്ചുക്കൾ എന്ന് പുനർനാമകരണം ചെയ്തു. അവർ മിങ് സാമ്രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മിങ് സാമ്രാജ്യത്തിന് ഒരേ സമയം 2 ശത്രുക്കളെ നേരിടേണ്ട അവസ്ഥ വന്നു. അകത്ത് ലീ സിച്ചിങ്ങിന്റെ കർഷക വിമതർ, പുറത്ത് മഞ്ചുക്കളുടെ സൈന്യം. ഈ നിർണായക സന്ധിയിൽ മിങ് സാമ്രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ അതിർത്തിയുടെ സംരക്ഷണ ചുമതല വഹിച്ചിരുന്നത് വു സാൻഗുയി എന്ന അതിസമർത്ഥനായ ജനറലായിരുന്നു. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു വൻമതിലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കോട്ടകളിലൊന്നായ ഷാൻഹായ് ഗാൻ ചുരം. കിഴക്കൻ അതിർത്തിയിൽ മതിൽ കടലുമായി ചേരുന്ന ഈ പ്രദേശം സ്വർഗത്തിന് കീഴിലുള്ള ആദ്യത്തെ ചുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കോട്ടവാതിൽ അടച്ചിരിക്കുന്നിടത്തോളം കാലം മഞ്ചുക്കൾക്ക് ചൈനയുടെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല. വൂസാൻഗുയിയും അദ്ദേഹത്തിന്റെ എലൈറ്റ് സൈന്യവും മിങ് സാമ്രാജ്യത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. 1644 ഏപ്രിലിൽ ലീ സിച്ചിങ്ങിന്റെ വിമത സൈന്യം ബെയ്ജിംഗ് വളഞ്ഞു. പ്രതിരോധം ദുർബലമായ തലസ്ഥാനം എളുപ്പത്തിൽ വിമതരുടെ കൈകളിലായി. മിങ് വംശത്തിലെ അവസാന ചക്രവർത്തിയായ ചോങ്ഷൻ ശത്രുക്കളുടെ കയ്യിൽ ജീവനോടെ പിടിക്കപ്പെടാതിരിക്കാൻ കൊട്ടാരത്തിലെ ഒരു കുന്നിൻമുകളിൽ വെച്ച് ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു. അതോടെ മിങ് രാജവംശത്തിന്റെ ഔദ്യോഗിക ഭരണം അവസാനിച്ചു. ഈ വാർത്ത ഷാൻഹായ് ഗാൻ കോട്ടയിൽ പ്രതിരോധം തീർത്തിരുന്ന ജനറൽ വു സാൻഗുയിക്ക് ഒരു ഇടുത്തിയ പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ചക്രവർത്തി മരിച്ചു. തലസ്ഥാനം ശത്രുക്കളുടെ കയ്യിലായി. താൻ ആർക്കുവേണ്ടിയാണ് ഇനി പോരാടേണ്ടത്? അദ്ദേഹത്തിനു മുന്നിൽ 3 വഴികളുണ്ടായിരുന്നു. 1. ലീ സിച്ചങ്ങിന് കീഴടങ്ങുക. അദ്ദേഹത്തിന്റെ പുതിയ ഷുൺ രാജവംശത്തിൽ ചേർന്ന് സേവിക്കുക. 2. അവസാനം വരെ മഞ്ചുക്കൾക്കെതിരെ പോരാടി മിങ് സാമ്രാജ്യത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ച് വീരമൃത്യു വരിക്കുക. 3. തൽക്കാലത്തേക്ക് മഞ്ചുക്കളുമായി ഒരു സഖ്യമുണ്ടാക്കി അവരുടെ സഹായത്തോടെ ലീ സിച്ചങ്ങിനെ ബെയ്ജിംഗിൽ നിന്ന് തുരത്തുക. ആദ്യം ലീ സിച്ചങ്ങുമായി ഒരു ധാരണയിലെത്താനാണ് വു സാൻഗുയി ശ്രമിച്ചത്. എന്നാൽ ഇതിനിടയിൽ ലീ സിച്ചങ്ങിന്റെ സൈനികർ ബെയ്ജിംഗിൽ വെച്ച് വു സാൻഗുയിയുടെ അച്ഛനെ തടവിലാക്കുകയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വെപ്പാട്ടിയായ ചെൻ യുവനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തുവെന്ന വാർത്തയെത്തി. ഈ വാർത്ത കേട്ട വു സാൻഗുയി കോപം കൊണ്ടു വിറച്ചു.
ഒരു പുരുഷനെ തന്റെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, എന്നാൽ തന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ കഴിയണം എന്ന് അദ്ദേഹം അലറിയതായി പറയപ്പെടുന്നു. ലീ സിച്ചങ്ങിനോട് കീഴടങ്ങാനുള്ള എല്ലാ ചിന്തയും അദ്ദേഹം ഉപേക്ഷിച്ചു. ഇനി അദ്ദേഹത്തിനു മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായിരുന്നു. തന്റെ രാജ്യത്തെ നൂറ്റാണ്ടുകളായി വേട്ടയാടിയിരുന്ന താൻ ആർക്കെതിരെയാണോ ഇത്രയും കാലം പോരാടിയത്, ആ ശത്രുവിനോട് തന്നെ സഹായം അഭ്യർത്ഥിക്കുക, മഞ്ജുക്കളോട്. വു സാൻഗ്വി മഞ്ജു രാജകുമാരനായ ഡോർഗോണിന് ഒരു സന്ദേശമയച്ചു. മിങ് സാമ്രാജ്യത്തിന്റെ ശത്രുവായ ലീ സിച്ചങ്ങിനെ പരാജയപ്പെടുത്താൻ സഹായിച്ചാൽ ഷാൻഹായ് ഗാൻ കോട്ടയുടെ വാതിലുകൾ തുറന്നുതരാമെന്നും വലിയൊരു പാരിതോഷികം നൽകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മഞ്ജുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമായിരുന്നു. വർഷങ്ങളായി അവർ ഭേദിക്കാൻ ശ്രമിച്ചിരുന്ന ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ ബലി നൽകിയിട്ടും അവർക്ക് മുന്നിൽ അടഞ്ഞുകിടന്ന ആ കോട്ടവാതിൽ ഇപ്പോൾ ഒരു ക്ഷണപത്രത്തോട് അവർക്കായി തുറക്കപ്പെടാൻ പോകുകയാണ്. ഡോർഗോൺ ആ അവസരം പാഴാക്കിയില്ല. അദ്ദേഹം തന്റെ സൈന്യവുമായി അതിവേഗം ഷാൻഹായ് ഗാനിലേക്ക് കുതിച്ചു. 1644 ജൂൺ 5-ന് ചരിത്രത്തിലെ ആ നിർണായക ദിനത്തിൽ ജനറൽ വു സാൻഗ്വി ഷാൻഹായ് ഗാൻ കോട്ടയുടെ ഭീമാകാരമായ വാതിലുകൾ മലർക്കെ തുറന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനം, നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനവും കൊണ്ട് പടുത്തുയർത്തിയ ആ മഹാപ്രതിരോധം ആ നിമിഷം അർത്ഥശൂന്യമായി. മഞ്ജുക്കളുടെ കുതിരപ്പട ഒരു തടസ്സവുമില്ലാതെ വൻമതിൽ കടന്ന് ചൈനയുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രളയം പോലെ ഇരച്ചു കയറി. വു സാൻഗ്വിയുടെയും മഞ്ജുക്കളുടെയും സംയുക്ത സൈന്യം ലീ സിജങ്ങിന്റെ വിമത സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി. ലീ സിജങ് ബെയ്ജിങ്ങിൽ നിന്ന് പലായനം ചെയ്തു. ബെയ്ജിംഗ് മോചിപ്പിച്ച ശേഷം ഇനി മഞ്ജുക്കൾ തങ്ങളുടെ വാക്കുപാലിച്ച് തിരികെ പോകുമെന്നാണ് വു സാൻഗ്വി കരുതിയത്. എന്നാൽ അധികാരത്തിന്റെ രുചിയറിഞ്ഞ മഞ്ജുക്കൾക്ക് തിരിച്ചുപോകാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവർ ബെയ്ജിംഗ് തങ്ങളുടെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. 6 വയസ്സുകാരനായ ഫുലിൻ എന്ന മഞ്ജു രാജകുമാരനെ ഷുൻഷി എന്ന പേരിൽ ചൈനയുടെ പുതിയ ചക്രവർത്തിയായി വാഴിച്ചു. ചൈനയുടെ അവസാനത്തെ രാജവംശമായ ഖിങ് രാജവംശത്തിന് അവർ തുടക്കം കുറിച്ചു. ഒരു വിമതനെ തുരത്താൻ ശത്രുവിനെ ക്ഷണിച്ചു വരുത്തിയ ജനറൽ വു സാൻഗ്വി ഒരു പുതിയ വിദേശ ഭരണത്തിനു വഴിയൊരുക്കുകയാണ് ചെയ്തത്. ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉറ്റാരനായി അദ്ദേഹം മുദ്രകുത്തപ്പെട്ടു. ലക്ഷക്കണക്കിന് ജീവനുകൾ ബലി നൽകി ഒരു ജനതയുടെ മുഴുവൻ സമ്പത്തും ഊർജവും ഉപയോഗിച്ച് നിർമ്മിച്ച ആ മഹാമതിൽ ഒടുവിൽ പരാജയപ്പെട്ടത് പുറത്തുനിന്നുള്ള ഒരു സൈനിക ആക്രമണം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഒരൊറ്റ മനുഷ്യന്റെ തീരുമാനത്തിനു മുന്നിൽ, ഒരു കോട്ടവാതിലിന്റെ താക്കോലിനു മുന്നിൽ അത് നിശബ്ദമായി മുട്ടുമടക്കി. ക്വിങ് രാജവംശത്തിന്റെ സ്ഥാപനത്തോടെ ഒരു സൈനിക പ്രതിരോധ നിർമ്മിതി എന്ന നിലയിലുള്ള വൻമതിലിന്റെ പ്രസക്തി എന്നേക്കുമായി അവസാനിച്ചു. കാരണം പുതിയ ഭരണാധികാരികളായ മഞ്ജുക്കൾ മതിലിന്റെ വടക്കു ഭാഗത്തു നിന്ന് വന്നവരായിരുന്നു. അവരുടെ സാമ്രാജ്യം ചൈനയും മഞ്ചൂറിയും മംഗോളിയും ഉൾപ്പെടുന്ന വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു. വൻമതിൽ ഇപ്പോൾ സാമ്രാജ്യത്തിന്റെ അതിർത്തിയല്ല, മറിച്ച് സാമ്രാജ്യത്തിന്റെ ഉള്ളിലുള്ള ഒരു നിർമ്മിതി മാത്രമായി മാറി. വടക്കു നിന്നുള്ള ഭീഷണിയെ അവർക്കിനി ഭയക്കേണ്ടതില്ലായിരുന്നു. ക്വിങ് ഭരണകാലത്ത് വൻമതിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കുന്നത് ഒരു പാഴ്വേലയായി അവർ കണ്ടു. ഒരിക്കൽ സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ആ കാവൽക്കാരൻ വീണ്ടും ഒരു നീണ്ട നിദ്രയിലേക്ക് വഴുതി വീണു. കാലത്തിന്റെ കാറ്റും മഴയും മഞ്ഞും അതിനെ കാർന്നു തിന്നാൻ തുടങ്ങി. കർഷകർ അതിന്റെ കല്ലുകൾ ഇളക്കി മാറ്റി. ചെടികളും മരങ്ങളും അതിന്റെ വിള്ളങ്ങുകളിൽ വേരുറപ്പിച്ചു. ചരിത്രത്തിന്റെ ഒരു ഭീമാകാരമായ അസ്ഥികൂടം പോലെ അത് മലനിരകളിൽ നിശബ്ദമായി കിടന്നു. അതിന്റെ കഥ കഴിഞ്ഞുവെന്ന് ലോകം കരുതി. എന്നാൽ സാമ്രാജ്യങ്ങൾ തകർന്നാലും രാജവംശങ്ങൾ മണ്ണടിഞ്ഞാലും ചില പ്രതീകങ്ങൾ മരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയൊരു ലോകത്ത്, പുതിയൊരു ചൈനയിൽ ആ ഉറങ്ങുന്ന കൽമങ്ങൻ ഒരു പുതിയ അർത്ഥത്തോടെ, ഒരു പുതിയ റോളിൽ ഉയർത്തെഴുന്നേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു സൈനിക പ്രതിരോധ ഭിത്തിയായിട്ടല്ല, മറിച്ചൊരു ജനതയുടെ അടങ്ങാത്ത ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിന്റെയും അനശ്വരമായ പ്രതീകമായി. ക്വിങ് രാജവംശത്തിന്റെ സ്ഥാപനത്തോടെ ഒരു സൈനിക പ്രതിരോധ നിർമ്മിതി എന്ന നിലയിലുള്ള വൻമതിലിന്റെ പ്രസക്തി എന്നേക്കുമായി അവസാനിച്ചു. കാരണം പുതിയ ഭരണാധികാരികളായ മഞ്ജുക്കൾ മതിലിന്റെ വടക്കു ഭാഗത്തു നിന്ന് വന്നവരായിരുന്നു. അവരുടെ സാമ്രാജ്യം ചൈനയും
മഞ്ചൂറിയും മംഗോളിയും ഉൾപ്പെടുന്ന വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു. വൻമതിൽ ഇപ്പോൾ സാമ്രാജ്യത്തിന്റെ അതിർത്തിയല്ല, മറിച്ച് സാമ്രാജ്യത്തിന്റെ ഉള്ളിലുള്ള ഒരു നിർമ്മിതി മാത്രമായി മാറി. വടക്ക് നിന്നുള്ള ഭീഷണിയെ അവർക്കിനി ഭയക്കേണ്ടതില്ലായിരുന്നു. ക്വിങ് ഭരണകാലത്ത് വൻമതിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കുന്നത് ഒരു പാഴ്വേലയായി അവർ കണ്ടു. ഒരിക്കൽ സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ആ കാവൽക്കാരൻ വീണ്ടും ഒരു നീണ്ട നിദ്രയിലേക്ക് വഴുതി വീണു. കാലത്തിന്റെ കാറ്റും മഴയും മഞ്ഞും അതിനെ കാർന്നു തിന്നാൻ തുടങ്ങി. കർഷകർ അതിന്റെ കല്ലുകൾ ഇളക്കി മാറ്റി. ചെടികളും മരങ്ങളും അതിന്റെ വിള്ളങ്ങുകളിൽ വേരുറപ്പിച്ചു. ചരിത്രത്തിന്റെ ഒരു ഭീമാകാരമായ അസ്ഥികൂടം പോലെ അത് മലനിരകളിൽ നിശബ്ദമായി കിടന്നു. അതിന്റെ കഥ കഴിഞ്ഞുവെന്ന് ലോകം കരുതി. എന്നാൽ സാമ്രാജ്യങ്ങൾ തകർന്നാലും രാജവംശങ്ങൾ മണ്ണടിഞ്ഞാലും ചില പ്രതീകങ്ങൾ മരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയൊരു ലോകത്ത്, പുതിയൊരു ചൈനയിൽ ആ ഉറങ്ങുന്ന കൽമങ്ങൻ ഒരു പുതിയ അർത്ഥത്തോടെ, ഒരു പുതിയ റോളിൽ ഉയർത്തെഴുന്നേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു സൈനിക പ്രതിരോധ ഭിത്തിയായിട്ടല്ല, മറിച്ചൊരു ജനതയുടെ അടങ്ങാത്ത ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിന്റെയും അനശ്വരമായ പ്രതീകമായി. 19-ാം നൂറ്റാണ്ടിൽ കറുപ്പ് യുദ്ധങ്ങളെ, ഓപ്പിയം വാർസ്, തുടർന്ന് ചൈനയുടെ വാതിലുകൾ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ നിർബന്ധിതമായി തുറക്കപ്പെട്ടു. ഇതോടെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള സഞ്ചാരികളും മിഷണറിമാരും വ്യാപാരികളും പര്യവേക്ഷകരും ചൈനയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അവരാണ് നൂറ്റാണ്ടുകളായി ചൈനയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ മഹാത്ഭുതത്തെ ലോകത്തിനു മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചത്. അവരുടെ യാത്രാവിവരണങ്ങളിലും ചിത്രങ്ങളിലും ആദ്യകാല ഫോട്ടോഗ്രാഫുകളിലും വൻമതിൽ നിറഞ്ഞുനിന്നു. അവർ അതിനെ വർണ്ണിച്ചത് അതിശയോക്തി കലർന്ന ഭാഷയിലായിരുന്നു. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ അത്ഭുതം, ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ പ്രയത്നത്തിന്റെ ഫലം, മലനിരകളെ കീഴടക്കിയ കൽസർപ്പം എന്നൊക്കെ അവർ അതിനെ വിശേഷിപ്പിച്ചു. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേയൊരു മനുഷ്യനിർമ്മിതി എന്ന അതിപ്രശസ്തമായ എന്നാൽ ശാസ്ത്രീയമായി തെറ്റായ മിത്ത് പ്രചാരത്തിലാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ പാശ്ചാത്യ വിവരണങ്ങളിലൂടെ വൻമതിൽ ഒരു ആഗോള പ്രതീകമായി മാറാൻ തുടങ്ങി. അത് ചൈനയുടെ പൗരാണികതയുടെയും നിഗൂഢതയുടെയും ഒറ്റപ്പെടലിന്റെയും അടയാളമായി ലോകം കണ്ടു. എന്നാൽ അപ്പോഴും ചൈനക്കാർക്ക് അതൊരു ജീർണിച്ച പഴയ നിർമ്മിതി മാത്രമായിരുന്നു, തങ്ങളുടെ ദുർബലമായ പിന്നോക്കാവസ്ഥയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചൈന വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളിലൂടെ കടന്നുപോയി. 1912-ൽ ക്വിങ് രാജവംശം നിലംപതിക്കുകയും ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ചൈനീസ് ദേശീയത എന്ന ആശയം ശക്തമായി വേരൂന്നിയത്. വിദേശ ശക്തികളുടെ കടന്നുകയറ്റവും ജപ്പാന്റെ സാമ്രാജ്യത്വ മോഹങ്ങളും ചൈനീസ് ജനതയെ തങ്ങളുടെ സ്വത്വത്തെയും ചരിത്രത്തെയും കുറിച്ച് പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിച്ചു. ഈ പുതിയ ദേശീയ ബോധത്തിന്റെ ഉണർവിൽ വൻമതിലിന് ഒരു പുതിയ അർത്ഥം കൈവന്നു. ചൈനയെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു ഭിത്തി എന്ന നിലയിൽ നിന്ന് ചൈനീസ് ജനതയുടെ അതിജീവനത്തിന്റെയും സഹനശക്തിയുടെയും അടങ്ങാത്ത ഇച്ഛാശക്തിയുടെയും പ്രതീകമായി അതിനെ പുനർവ്യാഖ്യാനം ചെയ്തു. റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ സൻ യാത് സെൻ വൻമതിലിനെ ചൈനീസ് ജനതയുടെ കരുത്തിന്റെ അടയാളമായി ഉയർത്തിക്കാട്ടി. ചിൻ ഷി ഹുവാങ്ങിന്റെ കാലത്ത് ജനങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ പ്രയത്നം ചൈനയെ ആയിരക്കണക്കിന് വർഷങ്ങൾ സംരക്ഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ് ഈ പ്രതീകത്തെ കൂടുതൽ ജനകീയമാക്കി. 1935-ൽ ജാപ്പനീസ് സൈന്യത്തെയും എതിരാളികളായ കുമിന്താങ് സൈന്യത്തെയും വെട്ടിച്ച് കമ്മ്യൂണിസ്റ്റ് സൈന്യം നടത്തിയ ഐതിഹാസികമായ ലോങ് മാർച്ചിൽ അദ്ദേഹം ഒരു കവിത എഴുതി. അതിലെ ഏറ്റവും പ്രശസ്തമായ വരി ഇങ്ങനെയായിരുന്നു: ബു ഡാവ് ചാങ് ചെങ് ഫെയ് ഹാവ് ഹാൻ, വൻമതിലിലെത്താത്തവൻ ഒരു വീരനല്ല എന്ന്. ഈ ഒരൊറ്റ വരി വൻമതിലിനെ ഓരോ ചൈനക്കാരൻ്റെയും ജീവിതത്തിലെ ഒരു ലക്ഷ്യമാക്കി മാറ്റി. അത് വെറുമൊരു ചരിത്ര സ്മാരകമല്ല, മറിച്ച് ഒരു വെല്ലുവിളിയാണ്, കീഴടക്കേണ്ട ഒരു കൊടുമുടിയാണ്, ഒരു ചൈനക്കാരനായി ജനിച്ചാൽ പൂർത്തിയാക്കേണ്ട ഒരു തീർത്ഥാടനമാണ് എന്നൊരു ഭാവം ജനങ്ങളിൽ സൃഷ്ടിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിനുശേഷം, പ്രത്യേകിച്ച് 1980കളിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം, വൻമതിലിന്റെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകി. നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ടു കിടന്ന പല ഭാഗങ്ങളും പുനർനിർമ്മിക്കാനും വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാനും തുടങ്ങി. 1987-ൽ യുനെസ്കോ വൻമതിലിനെ ഒരു ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു.
ഇതതിൻ്റെ ആഗോള പ്രശസ്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ മഹാത്ഭുതം കാണാനായി ചൈനയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ബെയ്ജിങ്ങിന് സമീപമുള്ള ബാദലിംഗ്, മുത്തിയാൻയു തുടങ്ങിയ പുനർനിർമ്മിച്ച ഭാഗങ്ങൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറി. എന്നാൽ ഈ പ്രശസ്തിക്ക് ഒരു മറുവശം കൂടിയുണ്ട്. വർദ്ധിച്ചുവരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം മതിലിന് കേടുപാടുകൾ വരുത്തുന്നു. പുനർനിർമ്മിക്കാത്ത കാടൻ മതിലെന്നറിയപ്പെടുന്ന ഭാഗങ്ങൾ സംരക്ഷിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണൊലിപ്പും പ്രാദേശിക കർഷകർ കല്ലുകൾ എടുത്തുകൊണ്ടുപോകുന്നതും ഇപ്പോഴും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു. ഇന്ന് ചൈനയുടെ വൻമതിൽ അതിൻ്റെ നീണ്ടതും സംഭവബഹുലവുമായ ചരിത്രത്തിലെ മറ്റൊരു ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ്. അതൊരു യുദ്ധഭൂമിയല്ല, ഒരു സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയല്ല, അതൊരു പാഠപുസ്തകമാണ്. കല്ലിൽ കൊത്തിയ ഒരു ഇതിഹാസ കാവ്യമാണ്. നിങ്ങൾ അതിൻ്റെ കൽപ്പടവുകൾ കയറുമ്പോൾ നിങ്ങളുടെ കാൽക്കീഴിൽ അമിരുന്നത് വെറും കല്ലുകളല്ല, ചിൻഷി ഹുവാങ്ങിൻ്റെ ക്രൂരമായ സ്വപ്നങ്ങളാണ്. ഹാൻ കാലഘട്ടത്തിലെ പട്ടുപാതയിലൂടെ സഞ്ചരിച്ച വ്യാപാരികളുടെ കുതിരക്കുളമ്പടികളാണ്. മിങ് പടയാളികളുടെ ഉച്ചത്തിലുള്ള ആജ്ഞകളാണ്. പിന്നെ പേരറിയാത്ത, മുഖമില്ലാത്ത ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ വിയർപ്പും കണ്ണീരുമാണ്. ഓരോ കാവൽമാടത്തിനും പറയാൻ 1000 കഥകളുണ്ടാവും. ശത്രുവിനെയും കാത്ത് ഉറക്കമിളച്ചിരുന്ന രാത്രികളെക്കുറിച്ച്, ദൂരെ പുകയുയരുന്നത് കാണുമ്പോഴുള്ള നെഞ്ചിടിപ്പിനെക്കുറിച്ച്, വീട്ടുകാരെ ഓർത്ത് പാടിയ പാട്ടുകളെക്കുറിച്ച്. ആ കൽമന്തിൽ ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ച സൈനിക ദൗത്യത്തിൽ പൂർണ്ണമായി വിജയിച്ചില്ലായിരിക്കാം. ചരിത്രത്തിലുടനീളം അത് പലതവണ ഭേദിക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു കാര്യത്തിൽ അത് ചരിത്രത്തിലെ മറ്റേതൊരു നിർമ്മിതിയേക്കാളും വിജയിച്ചു. അത് കാലത്തെ അതിജീവിച്ചു. ഒരു ജനതയുടെ പ്രതീകമായി അത് പുനർജനിച്ചു. മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് പ്രകൃതിയുടെ പ്രതിബന്ധങ്ങളെയും കാലത്തിൻ്റെ കുത്തൊഴുക്കിനെയും അതിജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ദൃശ്യമായ അടയാളമായി അത് ഇന്നും നിലകൊള്ളുന്നു. കല്ലുകൾക്ക് സംസാരിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ വൻമതിലിൻ്റെ മുകളിൽ, മലനിരകൾക്ക് മുകളിലൂടെ വീശുന്ന കാറ്റിൽ കണ്ണടച്ചു നിന്നാൽ നിങ്ങൾക്ക് ആ കല്ലുകളുടെ ഹൃദയമിടിപ്പ് കേൾക്കാം. നൂറ്റാണ്ടുകളുടെ കഥകൾ മന്ത്രിക്കുന്ന ആത്മാക്കളുടെ നേർത്ത ശബ്ദം കേൾക്കാം. കാരണം അതൊരു മതിലല്ല, അത് ചരിത്രം തന്നെയാണ്. കല്ലിലുറങ്ങുന്ന ചൈനയുടെ ഇതിഹാസം.